Yes, a very good evening to all. Welcome to the JEE main discussion series from Riju and PSK. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് പ്ലസ് ടുവിലെ സെക്കൻഡ് ഇയറിലെ ലാസ്റ്റ് വരുന്ന 3 ചാപ്റ്റേഴ്സ്, അതായത് മോഡേൺ ഫിസിക്സിൽ വരുന്ന ഡ്യുവൽ നേച്ചർ, ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ, ഈ 3 ചാപ്റ്ററിൽ നിന്ന് പ്രോബബിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. സോ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾക്ക് അറിയാം, നമ്മൾ JEEയിൽ പൊതുവെ ചോദിച്ചു വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് മാക്സിമം സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻസ് ആണ്, ബട്ട് കാൽക്കുലേഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് അത്ര ടഫായിട്ടുള്ള കാൽക്കുലേഷൻസ് ഉള്ളതായിരിക്കില്ല. ക്വസ്റ്റ്യൻസ് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ടൈപ്പ് ആയിരിക്കാം ചിലതൊക്കെ. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് തുടങ്ങാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? Light of wavelength lambda 1 is allowed to fall on a metal, then the kinetic energy of photoelectrons emitted is E1. If the wavelength of light changes to lambda 2 and the kinetic energy changes to E2. So what is the work function of the material എന്നാണ് ചോദിച്ചിട്ടുള്ളത്. What is the work function of the metal എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് റിലേഷനിലേക്ക് തന്നെ പോവാം. നമുക്ക് തന്നിട്ടുള്ളത് കൈനറ്റിക് എനർജി, രണ്ട് കേസിലുമുള്ള ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്, E1 E2 ആൻഡ് കറസ്പോണ്ടിങ് വേവ് ലെങ്ത്സ് ആർ ലാംഡ 1 ആൻഡ് ലാംഡ 2. അപ്പോൾ നമുക്കിനി ഇവിടെ നോക്കേണ്ടത് അതിൻ്റെ വർക്ക് ഫംഗ്ഷൻ എത്രയെന്ന് കണ്ടുപിടിക്കലാണ്. വർക്ക് ഫംഗ്ഷൻ എന്തായാലും ഒരേ മെറ്റലാണ്, സോ വർക്ക് ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആണ്. സോ ആസ് പെർ ദ ഐൻസ്റ്റീൻസ് തിയറം നമുക്കറിയാവുന്ന കാര്യം, എനർജി ഓഫ് ലൈറ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ എനർജി, ഐ മീൻ കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് ഇസ് ഈക്വൽ ടു hc divided by lambda minus phi 0 ആണ്. സോ വി ക്യാൻ റൈറ്റ് ആസ് phi 0 is equal to hc divided by lambda minus കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺസ്. ഇത് രണ്ട് കേസിലും സെയിം ആണ്. ഫസ്റ്റ് കേസിൽ ലാംഡ 1 യൂസ് ചെയ്യുന്നു, സെക്കൻഡ് കേസിൽ ലാംഡ 2 യൂസ് ചെയ്യുന്നുള്ളൊരു വ്യത്യാസമുള്ളൂ. ബട്ട് നമ്മളവിടെ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരിടത്ത് പോലും HC എന്ന് പറയുന്ന ടൈം കാണാനില്ല. സോ നമ്മൾ ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യുന്നതിനേക്കാൾ, ഇപ്പോൾ രണ്ട് കേസിലും വർക്ക് ഫംഗ്ഷൻ ഈക്വൽ ആയതുകൊണ്ട് വർക്ക് ഫംഗ്ഷൻ ഇക്വേറ്റ് ചെയ്ത് പിന്നെ ഇയുടെ വാല്യൂ കണ്ടുപിടിച്ച് അങ്ങനെയൊന്നും പോകണ്ട. നമുക്ക് രണ്ട് ഈ ആൻസർ നോക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിടത്ത് നമുക്ക് HC എന്ന് പറയുന്ന ടൈം കാണാനേ ഇല്ല. അപ്പോൾ നമുക്ക് കഴിയുന്നത് ആ HC അവിടെ നിന്ന് ക്യാൻസലാക്കി കളയുന്നതാണ് ആൻസർ കിട്ടാൻ സ്റ്റെപ്പ് കുറേ കൂടി എളുപ്പത്തിലാവുന്നു. അപ്പോൾ നമുക്കിങ്ങനെ എഴുതിക്കൂടെ, അതായത് എനർജി ഈക്വൽ ടു, അല്ലെങ്കിൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് phi 0 ഇസ് ഈക്വൽ ടു HC ഡിവൈഡഡ് ബൈ ലാംഡ. അപ്പോൾ HC ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു E പ്ലസ് phi 0 എന്ന് വരും. നമുക്കിതേ ആവശ്യമുള്ളൂ. ഇത് രണ്ട് കേസിലും സെയിം ആണല്ലോ. സോ HC എന്ന് പറയുന്ന രണ്ട് കേസിലും സെയിം ആയതുകൊണ്ട് എനിക്ക് എന്ത് എഴുതാം, ലാംഡ 1 ഇൻറ്റു E പ്ലസ് phi 0 ഈക്വൽ ടു E1 പ്ലസ് phi 0, ലാംഡ 2 ഇൻറ്റു E2 പ്ലസ് phi 0 എന്ന് വരും. ഇത് രണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാംഡ 1 E1 പ്ലസ് ലാംഡ 1 phi 0 ഇസ് ഈക്വൽ ടു ലാംഡ 2 E2 പ്ലസ് ലാംഡ 2 phi 0 എന്ന് വരും. ഇനിയിപ്പോൾ നമുക്ക് അതിന് phi 0 കണ്ടുപിടിച്ചാൽ മതി. എത്ര വരും? ലാംഡ 1 E1 മൈനസ് ലാംഡ 2 E2 ഡിവൈഡഡ് ബൈ ഈ ലാംഡ 1 phi 0 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ലാംഡ 2 മൈനസ് ലാംഡ 1 എന്ന് വരും. ലാംഡ 2 മൈനസ് ലാംഡ 1 ഇസ് ഈക്വൽ ടു phi 0 എന്ന് കിട്ടും. നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ. ലാംഡ 1 എത്രാമത്തെ ഓപ്ഷനാണ് വരുന്നത്? ഇത് 2 ആണോ 3 ആണോ നോക്കണ്ടേ? ലാംഡ 1 E1 മൈനസ് ലാംഡ 2 E2 ഡിവൈഡഡ് ബൈ ലാംഡ 2 മൈനസ് ലാംഡ 1. സോ യുവർ ആൻസർ വിൽ ബി ദ തേർഡ് ഓപ്ഷൻ. തേർഡ് വൺ ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് m ഈസ് ഗിവൺ ബൈ, രണ്ട് ഡിഫറെൻറ്റ് റീജിയനുകളിലുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് മക്കൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ബിറ്റ്വീൻ 0 ആൻഡ് 1ഉം ആഫ്റ്റർ 1ഉം പൊസിഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 to 1 വരെ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി E0 ആണ്. ആഫ്റ്റർ x ഈക്വൽ ടു 1 അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. അപ്പോൾ നമ്മളിങ്ങനെ എക്സ് ആക്സിസ് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം, ആവശ്യമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇത് x ഈക്വൽ ടു 0 ആണ്, ഇത് x ഈക്വൽ ടു 1 ആണ്, ഇത് അതിനപ്പുറം. ഈ റീജിയനിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് E0 ആണ്. ഇവിടുന്ന് അങ്ങോട്ട് കിടന്നാൽ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ എത്രയായിട്ട് മാറും? 0 ആയിട്ട് മാറും. സോ രണ്ട് റീജിയനുകളിലെ പൊട്ടൻഷ്യൽ എനർജിയുടെ വാരിയേഷനാണ് കൊടുത്തിട്ടുള്ളത്. ലാംഡ 1 ആൻഡ് ലാംഡ 2 ആർ ദ ഡി ബ്രോളി വേവ് ലെങ്ത് ഓഫ് ദ പാർട്ടിക്കിൾ when x is between 0 and 1 and when x is greater than 1 respectively. The total energy of the particle is 2E0. Then what is the ratio of lambda 1 and lambda 2?
അപ്പോൾ ടോട്ടൽ എനർജി 2E0 തന്നിട്ടുണ്ട്. ഇതെന്തായാലും പൊട്ടൻഷ്യൽ എനർജി ഉള്ളതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി തന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ എന്തായാലും അതൊരു കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡാണ്. കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിലാണെങ്കിൽ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും സമ്മായിരിക്കും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് 2 റീജിയനുകൾ നമുക്ക് തന്നിട്ടുണ്ട്, ബിറ്റ്വീൻ 0 to 1 ആഫ്റ്റർ 1. ഈ 2 റീജിയനുകളിലെ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ടോട്ടൽ എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ ഫസ്റ്റ് കേസിലെ കൈനറ്റിക് എനർജി E1 എന്ന് പറഞ്ഞാൽ എത്ര വരും? അവിടെ ടോട്ടൽ എനർജി എപ്പോഴും 2E0 ആണ്. ഫസ്റ്റ് കേസിൽ ഫസ്റ്റ് റീജിയനിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ E0 ആണെങ്കിൽ കൈനറ്റിക് എനർജിയുടെ വാല്യൂ 2E0 മൈനസ് E0. അതായത് കൈനറ്റിക്കിൻ്റെ വാല്യൂ എത്ര തന്നെ വരും? E0 തന്നെ വരും ഫസ്റ്റ് റീജിയനിൽ. രണ്ടാമത്തെ റീജിയനിലാണെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ എനർജി ഇല്ല. അപ്പോൾ പിന്നെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തായിട്ട് തന്നെ നിൽക്കുള്ളൂ? കൈനറ്റിക് എനർജി ആയിട്ട് തന്നെ നിൽക്കുള്ളൂ. സോ E2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ എനർജി തന്നെയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2E0. അപ്പോൾ 2 കേസിലെയും കൈനറ്റിക് എനർജിയുടെ വാല്യൂ കിട്ടി. നമുക്ക് വേണ്ടത് ഡി ബ്രോളി വേവ് ലെങ്ത്തിൻ്റെ റേഷ്യോ ആണ്. ഡി ബ്രോളി വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ അറിയാലോ, ലാംഡ ഈക്വൽ ടു h/√2m ഇൻറ്റു കൈനറ്റിക് എനർജി. ഇത്രയും കാര്യങ്ങൾ കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്കറിയാം. സോ വി ഗോട്ട് ദ റിലേഷൻ λ1 ഡിവൈഡഡ് ബൈ λ2 ഈക്വൽ ടു √E2 ഡിവൈഡഡ് ബൈ E1. E2ൻ്റെ E1ൻ്റെയും വാല്യൂ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. E2 എന്ന് പറഞ്ഞാൽ അത് 2E0 ആണ്, E1 എന്ന് പറഞ്ഞാൽ E0 ആണ്, വെട്ടിപ്പോയി. സോ ദ വാല്യൂ വിൽ ബി √2. ഓപ്ഷൻ ഏതാ വരുന്നത്? യെസ്, തേർഡ് ഓപ്ഷൻ ഇസ് ദ ആൻസർ. ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ ഓപ്ഷൻസ് ഒക്കെ ഇതൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സപ്പോസ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ സ്ഥലം പോരെങ്കിൽ ഞാൻ അടുത്ത പേജിലേക്കും എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യും കേട്ടോ. വാല്യൂസൊക്കെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്തോളൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, കാരണം ഇത് മൊത്തം വായിച്ച് വരുമ്പോഴേക്കും തന്നെ ഒരു സമയമാവും. പിന്നെ JEE പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം JEEയുടെ ക്വസ്റ്റ്യൻസ് ഏത് ടൈപ്പ് ആയിരിക്കും എന്നുള്ള കാര്യം ഒരു ധാരണ ഉണ്ടാവും നിങ്ങൾക്ക്. കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരിക്കും പലതും. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കട്ടെ, കണ്ണ് കാണില്ലേ മക്കളെ ഇവിടെ നിന്നാൽ. 2 metallic plates A and B, each of area 5 into 10 raised to minus 4 are placed parallel to each other at a separation of 1 centimeter. Plate B carries a positive charge of 33.3 picocoulomb ആണ്, 10 to the power of minus 2. 10 to the power of minus 12 ആണ്. A monochromatic beam of light with നിങ്ങൾ ആ വാല്യൂസ് ഒക്കെ ഒന്ന് എഴുതി വെച്ചേക്കണേ, കാരണം ഇപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്തായാലും അപ്പുറത്തെ പേജിലേക്ക് പോകേണ്ടി വരും. 33.7 picocoulomb. A monochromatic beam of light with photons of energy 5 electron volt each. ഫോട്ടോണിൻ്റെ എനർജി വരുന്ന ഫോട്ടോണിൻ്റെ എനർജി 5 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ആൻഡ് ദേ സ്റ്റാർട്ട് falling at the plate A at t equal to 0, so that 10 raised to 16 photons fall, or so that 10 to the power of 16 photons fall on it per square meter per second. അതായത് അവിടെ ഫോട്ടോൺസ് വന്ന് തട്ടുന്ന റേറ്റ് ആണ് തന്നിട്ടുള്ളത്. ഓരോ സെക്കൻഡിലും ഓരോ മീറ്റർ സ്ക്വയറിലും 10 raised to 16 ഫോട്ടോൺസ് വരുന്നുണ്ട്. അസ്യൂം ദാറ്റ് 1 ഫോട്ടോ ഇലക്ട്രോൺ ഈസ് എമിറ്റഡ് ഫോർ എവറി 10 to the power of 6 ഫോട്ടോൺസ്. അതായത് ഒരു ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 10 to the power of 6 ഫോട്ടോൺസ് വേണ്ടി വരുന്നു. അതായത് അവിടുത്തെ റേറ്റ് ഓഫ് എമിഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ആണ് പറയുന്നത്. 10 raised to 6 ഫോട്ടോണിന് ഒരു ഇലക്ട്രോൺ വെച്ച് അവിടെ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓൾസോ അസ്യൂം ദാറ്റ് ഓൾ ദ എമിറ്റഡ് ഫോട്ടോ ഇലക്ട്രോൺസ് ആർ കളക്റ്റഡ് ബൈ ദ പ്ലേറ്റ് ബി ആൻഡ് ദ വർക്ക് ഫംഗ്ഷൻ of the plate A remains constant at the value of 2 electron volt. The electric field between the plates at the end of 10 seconds, 10 സെക്കൻഡ് കഴിയുമ്പോൾ ആ 2 പ്ലേറ്റുകൾ തമ്മിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? നാച്ചുറലി അവിടെ കറണ്ട് ഫ്ലോ ഉണ്ടാകുമ്പോൾ, ഫോട്ടോ ഇലക്ട്രിക് ഫ്ലോ ഉണ്ടാകുന്ന സമയത്ത് ആ 2 പ്ലേറ്റുകൾ തമ്മിലൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. ഒന്ന് ആനോഡിക് പ്ലേറ്റ് ആയിട്ട് മറ്റേത് കാഥോഡിക് പ്ലേറ്റ് ആയിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. ആൻഡ് ദാറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ്സ് ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു പ്ലേറ്റ് പോസിറ്റീവ് ആയിരിക്കും, ഒരെണ്ണം നെഗറ്റീവ് പ്ലേറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു പോസിറ്റീവ് പ്ലേറ്റും ഒരു നെഗറ്റീവ് പ്ലേറ്റും തമ്മിലുള്ള അത് ചെയ്യാനുള്ള ഫൈനൽ ഇക്വേഷൻ ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം. ഒരു പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും ചാർജ്ഡ് പ്ലേറ്റുകൾ തമ്മിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ദാറ്റ് വി ഹാവ് സ്റ്റഡീഡ് ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ 2 ഓപ്പോസിറ്റ്ലി ചാർജ് പ്ലേറ്റ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ Q/2 ε0 അല്ലേ വരുന്നത്? Q ഡിവൈഡഡ് ബൈ 2A Q/2A ε0 എന്ന് വരും ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ളത്. അത് ഫൈനലി നമുക്ക് എത്രയാണ് വാല്യൂ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി എന്താണ് അവിടെ നോക്കേണ്ടത്? ഇനിയിപ്പോൾ കാൽക്കുലേഷൻസിലേക്ക് പോകാം നമുക്ക്. 2 മെറ്റാലിക് പ്ലേറ്റ്സ് A and B ഈച്ച് ഓഫ് ഏരിയ, 2 പേരുടെ ഏരിയ തന്നിട്ടുണ്ട്. അപ്പോൾ 2 ഏരിയ ടോട്ടൽ ഏരിയ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ചാർജ് ബൈ, അവിടെ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അത് ഇപ്പോൾ തന്നെ പറഞ്ഞു പോയേക്കാം ഞാൻ. നമ്മളവിടെ പലരും ചെയ്യുമ്പോൾ തെറ്റുന്ന കാര്യം, നമ്മുടെ ഓർമ്മയിൽ പെട്ടെന്ന് ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ എന്താ എഴുതാറുള്ളത്?
സിഗ്മ ബൈ എപ്സിലോൺ 0 അല്ലെങ്കിൽ Q ബൈ A ഇൻറ്റു എപ്സിലോൺ 0. രണ്ട് പ്ലേറ്റ് ഉണ്ട്, രണ്ടിലും ചാർജ് വരുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ ബൈ എപ്സിലോൺ 0 അല്ലെങ്കിൽ Q ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ വരുന്നത് 2A ആണ്. 2A രണ്ടും കണ്ടക്ടിങ് പ്ലേറ്റ് ആണ്. Q ബൈ 2A ഇൻറ്റു എപ്സിലോൺ 0 വരും. ടോട്ടൽ ചാർജ് ഈ തന്നിരിക്കുന്നതാണ് ടോട്ടൽ ചാർജ് ഡെൻസിറ്റി വരുന്നത് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് അറ്റ് ദ എൻഡ് ഓഫ് 10 സെക്കൻഡ്സ്. അപ്പോൾ Q അറിയില്ല നമുക്ക്, ടോട്ടൽ ചാർജ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് എത്രയാണെന്ന് അറിയില്ല, ഏരിയ അറിയാം, എപ്സിലോൺ 0 അറിയാം. അപ്പോൾ ഇതാണ് ഫോർമുല. ഇതിലേക്ക് നമുക്ക് പിന്നീട് വരാറൊന്നും ആയിട്ടില്ല. ഇനിയിപ്പോൾ എന്താ പറയുന്നത്, 5 ഇലക്ട്രോൺ വോൾട്ട് എനർജി ഉള്ള ഫോട്ടോണാണ് വരുന്നത്. 5 ഇലക്ട്രോൺ വോൾട്ട് ഉള്ള ഫോട്ടോൺ വരുമ്പോൾ 10⁻16 ഫോട്ടോൺസ് ഫോൾ ഓൺ ഇറ്റ് പെർ സ്ക്വയർ മീറ്റർ പെർ സെക്കൻഡ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് എന്താണെന്ന് നോക്കാം. ഏരിയയുടെ വാല്യൂ തന്നിട്ടുണ്ട് 10 നമുക്കപ്പോൾ ആദ്യം അവിടെ ടോട്ടൽ എത്ര ഫോട്ടോൺസ് വരുന്നുണ്ടെന്നുള്ളത് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. 10⁻16 ഫോട്ടോൺസ് ഫോൾ ഓൺ ഇറ്റ് പെർ സ്ക്വയർ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ തന്നിട്ടുള്ളത് വർക്ക് ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ ഇലക്ട്രോൺസ് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി എത്രയാണെന്നുള്ള കാര്യം അറിയണം. അതുപോലെ അവിടുത്തെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ അതിൽ നിന്ന് കണ്ടുപിടിക്കണം. പ്ലേറ്റ് B carries a positive charge of 33.7. നിങ്ങളിപ്പോൾ തന്നെ നമുക്ക് ഒന്നിച്ചങ്ങ് ചെയ്ത് തുടങ്ങാം. ഇത് പ്ലേറ്റ് A ആണ്, ഇത് പ്ലേറ്റ് B ആണ്. പ്ലേറ്റ് B carries a positive charge of 33.7 into 10⁻⁻12 കൂളംബ് ഇപ്പോൾ അതിനുണ്ട്. മോണോക്രോമാറ്റിക് ബീം ഓഫ് ലൈറ്റ് വിത്ത് ഫോട്ടോൺസ് ഓഫ് എനർജി 5 ഇലക്ട്രോൺ വോൾട്ട് സ്റ്റാർട്ട്സ് ഫോളിംഗ് ഓൺ ദ പ്ലേറ്റ് A. ഇതിലേക്കാണ് ലൈറ്റ് വന്ന് തട്ടുന്നത്. സോ ദാറ്റ് ഇലക്ട്രോൺസ് ആർ എമിറ്റഡ്. പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ടല്ലോ, എയുടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അല്ല, വർക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ വരുന്നത് 2 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഫോട്ടോണിൻ്റെ എനർജി 5 ഇലക്ട്രോൺ വോൾട്ട്, എയുടെ വർക്ക് ഫംഗ്ഷൻ വരുന്നത് 2 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ മക്കളെ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ, കൈനറ്റിക് എനർജി എങ്ങനെ എഴുതുക, വരുന്ന ലൈറ്റിൻ്റെ എനർജി -50, 5 ഇലക്ട്രോൺ വോൾട്ട് -2 ഇലക്ട്രോൺ വോൾട്ട്. സോ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ വരുന്നത് 3 ഇലക്ട്രോൺ വോൾട്ട് ആണ്. കൈനറ്റിക് എനർജി 3 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ ഇലക്ട്രോണിൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 വോൾട്ട് ആയിരിക്കും. 3 volt will be the stopping potential of electron. Stopping potential ഇപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടില്ല, ജസ്റ്റ് കണ്ടുപിടിച്ചു എന്ന് മാത്രം. ഇനി നമുക്കവിടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കിട്ടി, 3 volt ആണെന്നുള്ള കാര്യം കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? കറണ്ട് എത്രയാണെന്നുള്ളത് അറിയണ്ടേ? കറണ്ട് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. 10⁻16 ഫോട്ടോൺസ് ഫോൾ ഓൺ ഇറ്റ് പെർ സ്ക്വയർ മീറ്റർ. ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടാ. അപ്പോൾ 10⁻16 ഫോട്ടോൺസ് ഫോൾ ഓൺ ഇറ്റ് പെർ സ്ക്വയർ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നുണ്ട്. ചാർജിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 3 volt ആണെന്ന് കിട്ടി. ഇനി അവിടെ നമുക്ക് ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് വന്നു എന്ന് കണ്ടുപിടിക്കേണ്ടത്, അതായത് ടോട്ടൽ ചാർജ് എത്രയാണെന്നുള്ളത് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ അടുത്ത പേജിലേക്ക് പോവാണേ. വേണ്ട, ഇവിടെ തന്നെ എഴുതാം. ഇത് തൽക്കാലത്തേക്ക് മാറ്റിയിട്ടുണ്ട്, നിങ്ങളിതൊന്ന് എഴുതി വെച്ചാൽ മതി ഇത്തരം കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമുക്കവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം 10⁻16 ഫോട്ടോൺസ് ഫോൾ ഓൺ ഇറ്റ് പെർ സ്ക്വയർ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് കണ്ടുപിടിച്ചൂടെ? ഒരു സെക്കൻഡിൽ 10⁻16 ഫോട്ടോൺസ് പെർ സ്ക്വയർ മീറ്റർ, ഒരു സ്ക്വയർ മീറ്ററിന്. പക്ഷേ ഇവിടെ ടോട്ടൽ ഏരിയ എത്രയാണ് വരുന്നത്? 5 × 10⁻4 മീറ്റർ, 5 × 10⁻⁻4 മീറ്റർ സ്ക്വയർ ആണ് ഏരിയ വരുന്നത്. അപ്പോൾ ടോട്ടൽ ഏരിയയിൽ കിട്ടുന്ന മൊത്തം പ്ലേറ്റിന് കിട്ടുന്ന നമ്പർ ഓഫ് ഫോട്ടോൺസ് എന്ന് പറയുന്നത് 5 × 10⁻⁻4. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 10 സെക്കൻഡിൽ എത്ര വരുന്നത്. ഇത് ഒരു സെക്കൻഡിൽ കിട്ടുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് ആണ്. 10 സെക്കൻഡിലാണെങ്കിൽ × 10. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? അപ്രോക്സിമേറ്റ്ലി നമ്പർ ഓഫ് ഫോട്ടോൺസ് ഈക്വൽ ടു 5 × ഒരു 5 വരും. ഇവിടെ 16, 17, -4, 13, 10⁻13 ഫോട്ടോൺസ് എന്ന് കിട്ടും. അപ്പോൾ ഈ 10⁻13 ഫോട്ടോൺസ് വന്നാൽ അത്രയും ഫോട്ടോൺസ് കൊണ്ട് എത്ര ഇലക്ട്രോൺസ് അവിടെ ഇജക്റ്റ് ആയി എന്ന് കണ്ടുപിടിക്കണം. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ഗിവൺ. ഫോർ എവറി 10⁻6 ഇൻസിഡൻറ്റ് ഫോട്ടോൺസ് 1 ഇലക്ട്രോൺ ഈസ് ഗിവൺ, 1 ഇലക്ട്രോൺ ഈസ് ടേക്കൺ ഔട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എത്ര വരും? ഇത്രയും ഫോട്ടോൺസ് വരുന്നുണ്ട്. 10⁻6 ഫോട്ടോണിന് ഒരു ഇലക്ട്രോണെ ഇജക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഫോട്ടോൺസ് കാരണം പുറത്തേക്ക് വന്നിട്ടുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ 5 × 10⁻13 ഡിവൈഡഡ് ബൈ എത്രയാണ് വരുന്നത്? 10⁻6 അല്ലേ? സോ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് വിൽ ബി 5 × 10⁻7 ഇലക്ട്രോൺസ് കിട്ടും. ഇത്രയും ഇലക്ട്രോൺസ് വന്നു. ഇത്ര ഇലക്ട്രോൺസ് വന്നാൽ നമുക്ക് ടോട്ടൽ ചാർജ് കണ്ടുപിടിച്ചൂടെ? ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ ആസ് പെർ ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജ് ഈക്വൽ ടു NE. NE എന്ന് പറയുമ്പോൾ 5 × 10⁻7. നിങ്ങളിത് ഇപ്പം എഴുതി പോകുന്നതാണ് നല്ലത്. ഞാൻ അപ്പുറത്തെ പേജിലേക്ക് മറിച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വാല്യൂസ് നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരണ്ടേ. അതുകൊണ്ട് ഉള്ള സ്ഥലത്ത് എഴുതിയത് മാറ്റിയാണേ. അപ്പോൾ ×
Electronic charge 1.6 into 10 raised to minus 19 ആണ്. So what will be the charge? ഇത് 8 വരും into 10 raised to minus 12 കൂളം എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യം കിട്ടിയല്ലോ. അതായത് ഇലക്ട്രോൺസ് അതിൽ നിന്ന് എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വരുന്ന ലൈറ്റ് കാരണം അവിടെ നിന്ന്, അതായത് ബി എന്ന് പറയുന്ന പ്ലേറ്റിൽ നിന്ന് എമിറ്റ് ചെയ്യപ്പെട്ട ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്, ടോട്ടൽ ഇലക്ട്രോൺസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്? 8 into 10 raised to minus 12 കൂളമ്പാണ്. അപ്പോൾ ഇത്രയൊന്നും മാറ്റണ്ടേ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ചാർജ് ഓൺ ബി കിട്ടി. ബിക്ക് ഇത്രയും ഇലക്ട്രോൺസ്, ഇത്രയും നെഗറ്റീവ് ചാർജ് അതിൽ നിന്ന് പോയ ആൾക്കാർ ഇലക്ട്രോൺ ആണെങ്കിൽ അത് ആലോചിക്കണം. അപ്പോൾ ബിക്ക് ഇപ്പോൾ ചാർജ് എത്ര ഉണ്ട്? 33.7 പീക്കോ കൂളമ്പ് ചാർജാണ് ബിക്ക് ഉള്ളത്, പോസിറ്റീവ് ചാർജ്. അപ്പോൾ അതിൽ നിന്ന് ബിക്ക് ഉള്ളല്ലേ, പ്ലേറ്റ് ബി ക്യാരീസ് എ പോസിറ്റീവ് ചാർജ്. എയിലാണ് ലൈറ്റ് വന്ന് തട്ടുന്നത്, അതും കൂടെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി ഞാൻ പ്രശ്നമാകും. ഇപ്പോൾ എയിലല്ലേ വന്ന് തട്ടുന്നത്, എയിൽ വന്ന് തട്ടി എയിൽ നിന്ന് ഇത്രയും ചാർജ്, ഇത്രയും നെഗറ്റീവ് ചാർജ് പോയി. അപ്പോൾ ഇപ്പോൾ ചാർജ് ഓഫ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര എഴുതാം? ചാർജ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 8 into 10 raised to minus 12 കൂളമ്പാണ്. ഇത്രയും നെഗറ്റീവ് ചാർജ് പോയി. ഇത് ഇലക്ട്രോൺ ആയതുകൊണ്ട് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കാം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പിന്നെ അത് നോട്ട് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരില്ല. ഇത്രയും നെഗറ്റീവ് ചാർജ് പോയി. അപ്പോൾ ഇത്രയും നെഗറ്റീവ് ചാർജ് പോയി കഴിഞ്ഞാൽ എക്ക് അത്രയും പോസിറ്റീവ് ചാർജ് കിട്ടും. അപ്പോൾ ഈ പോയ നെഗറ്റീവ് ചാർജൊക്കെ എങ്ങോട്ടാണ് പോയത്? എയിലാണ് ലൈറ്റ് വന്ന് തട്ടുന്നത്, ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് പോയി? ബിയുടെ നേർക്ക് പോയി. അപ്പോൾ ഇത്രയും നെഗറ്റീവ് ചാർജ് ബിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബിയുടെ ഫൈനൽ ചാർജ് എത്ര വരും മക്കൾ? ബിക്ക് ഓൾറെഡി 33 പീക്കോ കൂളമ്പ് ചാർജ് ഉണ്ട്. അതിലേക്ക് ഒരു -8 പീക്കോ കൂളമ്പ് ചാർജ് വന്നു. അങ്ങനെയാണെങ്കിൽ ബിയുടെ ഫൈനൽ ചാർജ് എന്ന് പറയുമ്പോൾ 33.7 -8, അതായത് 25.7 പീക്കോ കൂളമ്പ് എന്നായി. അപ്പോൾ നമുക്ക് ബിയുടെ ചാർജ് കിട്ടി, എയുടെ ചാർജ് കിട്ടി, രണ്ടുപേരും ചാർജും കിട്ടിയല്ലോ. ബിയിലേക്ക് 25ഉം എക്ക് 8ഉമാണ്. ഇതും പോസിറ്റീവാണ്, ഇതും പോസിറ്റീവാണ്. പക്ഷേ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ബി ആണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് അതിൻ്റെ പോസിറ്റീവ് പ്ലേറ്റ് ആയിട്ടും എ എന്ന് പറയുന്നത് നെഗറ്റീവ് പ്ലേറ്റ് ആയിട്ടും ആക്ട് ചെയ്യും. അപ്പോൾ നെറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? QB - QA. 25 നിന്ന് 8 പോയി കഴിഞ്ഞാൽ 17, 17.7 into 10 raised to minus 12 കൂളമ്പ്, അല്ലെങ്കിൽ 17.7 പീക്കോ കൂളമ്പ് എന്ന് പറഞ്ഞ ആൻസർ വരും. ഓക്കെ, ഇവിടെ വരെ എഴുതിയില്ലേ? കാൽക്കുലേഷൻ കഴിഞ്ഞില്ലേ? കുറച്ചും കൂടെ ഉണ്ട്. ഇനി നമുക്ക് ഫൈനൽ കാൽക്കുലേഷനിലേക്ക് പോകണം. നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ചാർജ് കണ്ടുപിടിച്ച് കഴിഞ്ഞു, ഏരിയ അറിയാം. സോ വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് അറ്റ് ദ എൻഡ് ഓഫ് 10 seconds. ഇത്ര എഴുതിയല്ലോ, ഞാൻ മാക്കിയാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് Q/2A എപ്സിലോൺ 0 ആണ്. ചാർജ് നമുക്ക് കിട്ടി 17.7 into 10 to the power of minus 12 കൂളം ഡിവൈഡഡ് ബൈ 2 into ഏരിയയുടെ വാല്യൂ തന്നിട്ടുണ്ടല്ലോ, 5 into 10 to the power of minus 4 ആണ്. എപ്സിലോൺ 0യുടെ വാല്യൂ 8.85 into 10 to the power of minus 12. വെട്ടിപ്പോയില്ലേ? 2 into 8.85 എന്ന് പറഞ്ഞാൽ 17.7 ആണ്. അതങ്ങ് വെട്ടിപ്പോയി. പിന്നെ വെട്ടിപ്പോകാൻ ആരെങ്കിലും ഉണ്ടോ? 10 raised to minus 12 കട്ട് ചെയ്ത് പോയി. സോ ഇലക്ട്രിക് ഫീൽഡ് എത്ര വരും? 1/5 into 10 raised to 4 എന്ന് കിട്ടും. അതായത് 2000 Newton per coulomb will be the electric field between the plates. ഓപ്ഷൻ ഉണ്ടല്ലോ, ഒന്നാമത്തെ ഓപ്ഷൻ തന്നെയാണ് ആൻസർ വരിക. 2 into 10 to the power of 3 Newton per coulomb. ബേസിക് നമ്മൾ പഠിക്കുന്ന ബേസിക് കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ പല ചാപ്റ്ററിൽ നിന്നുള്ള കാര്യങ്ങൾ അങ്ങ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുപോലെ ഇങ്ങനെ കൺസെപ്റ്റ് മിക്സഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് വരുന്ന പല ചാപ്റ്ററിൽ നിന്നുള്ള കൺസെപ്റ്റ് മിക്സ് ചെയ്തുകൊണ്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ. പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തെന്താണ്? ഇത് നമ്മുടെ എക്സ്റേയുടെ ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ വേവ് ലെങ്ത് ഓഫ് K alpha ലൈൻ ഫോർ ആൻ എലമെൻറ്റ് ഓഫ് ആറ്റോമിക് നമ്പർ 43 ഈസ് ലാംഡ. 43ക്ക് ലാംഡ. സോ 29 എത്ര എന്നാണ് ചോദ്യം. അവിടെ എങ്ങനെയാണ്? വേവ് ലെങ്ത് ഓഫ് K alpha ലൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു Z-1 ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ നമുക്ക് λ1 ഡിവൈഡഡ് ബൈ λ2 ഈക്വൽ ടു Z2 - 1 ഡിവൈഡഡ് ബൈ Z1 - 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ λ ഡിവൈഡഡ് ബൈ λ2 ഇസ് ഈക്വൽ ടു Z2 - 1 എന്ന് പറഞ്ഞാൽ 40 അല്ലല്ലോ, 43 ഇസ് λ. 29 എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ Z2 - 1 ഡിവൈഡഡ് ബൈ Z1 - 1. Z2 - 1 എന്ന് പറയുമ്പോൾ 28, 29 - 1. Z1 - 1 എന്ന് പറയുമ്പോൾ 42 എന്ന് വരും, ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇതിപ്പോൾ നമുക്ക് വെട്ടിക്കളഞ്ഞാൽ എത്ര വരും? ഏതുകൊണ്ടാണ് വിട്ട? 4 ഡിവൈഡഡ് ബൈ 6. അപ്പോൾ λ ഡിവൈഡഡ് ബൈ λ2 ഇസ് ഈക്വൽ ടു λ ബൈ λ2 ഇസ് ഈക്വൽ ടു 4/9 അല്ലേ കേട്ടോ.
4 ഇതിപ്പോൾ 2/3 വരും. ഹോൾ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 4/9. സോ λ2 ഈക്വൽ ടു 9/4 ലാംഡ എന്ന് വരും. λ2 ഇസ് ഈക്വൽ ടു ഇതിങ്ങോട്ട് പോയി 9/4 ലാംഡ. ആൻസർ ഈസ് ഹിയർ. അങ്ങനത്തെ ചോദ്യങ്ങൾ വരാം, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസും വരാം. അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ എന്താണ്? ഇത് നമ്മൾ പൊതുവെ ശ്രദ്ധിക്കാതെ പോകുന്ന ചില ടോപ്പിക്സ് ആണ്. അതായത് നമ്മുടെ റൂദർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിൽ ആംഗിൾ ഓഫ് സ്കാറ്ററിങ്ങും നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസും തമ്മിലുള്ള റിലേഷൻ. ഇൻ റൂദർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സ്കാറ്റേർഡ് അറ്റ് 90 ഡിഗ്രി ആംഗിൾ ആർ 28 പെർ മിനിറ്റ്. 90 ഡിഗ്രിയിൽ സ്കാറ്റർ ചെയ്യുന്നത് 1 മിനിറ്റിൽ 28 ആൾക്കാരാണ്. ദെൻ ദ നമ്പർ ഓഫ് സ്കാറ്റേർഡ് പാർട്ടിക്കിൾസ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി ആൻഡ് 120 ഡിഗ്രി വിൽ ബി എത്ര വരും എന്ന് നോക്കണം. അവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എമിറ്റഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു. ഇത് പെട്ടെന്ന് നമ്മളങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരു ടോപ്പിക് അല്ലല്ലോ. നമ്മൾ റൂദർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പാക്ട് പാരാമീറ്റർ, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്, ദെൻ അതർ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് റൂദർഫോർഡ് തിയറി എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ പോകും. ഇങ്ങനെ ഒരു കാര്യം അവിടെ കിടക്കുന്നുണ്ട്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എമിറ്റഡ് വിൽ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു sin θ/2 ഹോൾ റൈസ്ഡ് 4 അല്ലെങ്കിൽ sin റൈസ്ഡ് 4 θ/2. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് വാല്യൂസ് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ഒരെണ്ണം തന്നിട്ടുണ്ടല്ലോ, നമുക്ക് അത് വെച്ച് ബാക്കി രണ്ടുപേരും കണ്ടുപിടിക്കാം. അപ്പോൾ n1 ഡിവൈഡഡ് ബൈ n2 ഇസ് ഈക്വൽ ടു sin θ2 ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ sin θ1 ഡിവൈഡഡ് ബൈ 2 ഹോൾ റൈസ്ഡ് 4. ഇതിനെ നമുക്ക് θ1 ആയിട്ട് എടുക്കാം, ഇതിനെ θ2 ആയിട്ട് എടുക്കാം, ഇതിനെ θ3 ആയിട്ട് എടുക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് 90 ഡിഗ്രി വെച്ച് ബാക്കി രണ്ടും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് വരും? n1 എന്ന് പറഞ്ഞാൽ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 28 പെർ മിനിറ്റ് അല്ലേ. 28 ഡിവൈഡഡ് ബൈ n2 ഇസ് ഈക്വൽ ടു θ2 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയാണ്. അതിൻ്റെ ബൈ 2 എടുത്തു കഴിഞ്ഞാൽ sin 30 ഡിവൈഡഡ് ബൈ θ1/2 എന്ന് പറയുമ്പോൾ sin 45 ഹോൾ റൈസ് ടു 4 എന്ന് കിട്ടും. ഇത് 1/2 ആണ്, ഡിവൈഡഡ് ബൈ 1/√2 ഹോൾ റൈസ് ടു 4 എന്ന് വരും. സോ 28 ഡിവൈഡഡ് ബൈ n2 ഇസ് ഈക്വൽ ടു, ഇത് 1/√2 അല്ലേ മക്കളെ, വരെ അത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 1/√2 എന്ന് കിട്ടും. അതിൻ്റെ ഹോൾ റൈസ് ടു 4 എടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് 1/4 എന്ന് കിട്ടും. സോ ദ വാല്യൂ ഓഫ് n2 വിൽ ബി 28 into 4, ദാറ്റ് ഈസ് 112 പെർ മിനിറ്റ് എന്ന് കിട്ടും. 112 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ഇനി ബാക്കിയെല്ലാം ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, ഓൾറെഡി കൃത്യമായിട്ട് 112 പെർ മിനിറ്റ് എന്ന് കിട്ടുന്നുണ്ട്. ഇനി അടുത്തതും കൂടെ ചെയ്ത് നോക്കണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നമുക്കത് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറൗണ്ട് 12.4 നമുക്ക് ആൻസർ കിട്ടും. അവിടെ ആൻസർ മാച്ചിങ് ആണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ അത് ചെയ്ത് നോക്കണമെങ്കിൽ നോക്കാം. ലൈക്ക് 28 ഡിവൈഡഡ് ബൈ n3 ഈസ് ഈക്വൽ ടു sin 60 ഡിവൈഡഡ് ബൈ sin 45 ടു ദ പവർ ഓഫ് 4 എന്ന് വരും. സോ ദാറ്റ് ഈസ്, ഇത് √3/2 ആണ്, ഇത് 1/√2 ആണ്. അപ്പോൾ നമുക്കവിടെ √3/2 ദ ഹോൾ റൈസ് ടു 4 എന്ന് വരും. സോ 28 ഡിവൈഡഡ് ബൈ n3 ഈസ് ഈക്വൽ ടു, ഇതെടുത്തു കഴിഞ്ഞാൽ എത്ര വരും? സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ആ റൂട്ട് പോവും, പിന്നെ ഒരു സ്ക്വയർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 9/4. സോ നമുക്ക് n2ൻ്റെ വാല്യൂ 28 into 4 ഡിവൈഡഡ് ബൈ 9, 112 ഡിവൈഡഡ് ബൈ 9 അല്ലെങ്കിൽ അറൗണ്ട് 12.4 എന്ന് ആൻസർ വരും. സോ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ആൻസർ. അതിപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് വരുമ്പോൾ നമുക്കത് ചെയ്ത് നോക്കാനുള്ള സമയമൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം ഒറ്റ ആൻസറേ 112 ഉള്ളൂ. അങ്ങനത്തെ സിമിലർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ബാക്കി നോക്കിയാൽ പോരെ. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇറ്റ് സെൽഫ് ഈസ് ആൻസർ. പിന്നെന്താണ്? ഇത് നമ്മളുടെ റീകോയിൽ വെലോ അല്ല, എന്താണ് എനർജി ദാറ്റ് ഷുഡ് ബി ആഡഡ് ടു ആൻ ഇലക്ട്രോൺ to reduce the de Broglie wavelength from 2 into 10 raised to -9 meter to 0.5 into 10 raised to -9 meter. വേവ് ലെങ്ത് കുറയ്ക്കണം. ഒരു ഇലക്ട്രോണിൻ്റെ വേവ് ലെങ്ത് കുറയ്ക്കാൻ ഈ വാല്യൂ, ഇത് λ1 ആയിട്ട് എടുക്കാം, λ1ൽ നിന്ന് λ2 ആയിട്ട് കുറയ്ക്കാൻ, വേവ് ലെങ്ത് കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എനർജി കൂട്ടണം. സോ എത്ര എനർജി കൊടുക്കേണ്ടി വരുമെന്നാണ് ചോദ്യം. So we know the relation between energy and wavelength as per de Broglie's theorem, that lambda is equal to h by square root of 2 times me, h by root of 2 me അല്ലേ? യെസ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കിപ്പോൾ എനർജി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് λ² is equal to h² divided by 2m e എന്ന് കിട്ടും. So the relation that we need is energy is equal to h² divided by, നല്ല റിഗറസ് ആയിട്ടുള്ള കാൽക്കുലേഷനുള്ള ക്വസ്റ്റ്യൻ ആണ്, h² divided by 2m λ² എന്ന് കിട്ടും. ഇതാണ് എനർജി.
അഡീഷണൽ ആയിട്ട് എത്ര എനർജി കൊടുക്കേണ്ടി വരുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് കേസിലുള്ള എനർജി λ1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി എഴുതുക, λ2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി എഴുതുക. സോ ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ ഹയർ എനർജി മൈനസ് ലോവർ എനർജിയാണ്. സോ ദാറ്റ് ഈസ് E2 മൈനസ് E1 എടുത്തു കഴിഞ്ഞാൽ h² ഡിവൈഡഡ് ബൈ h² 2m കോമൺ അല്ലേ രണ്ട് സ്ഥലത്തും. പിന്നെ അവിടെ നമ്മൾ ബാക്കി എന്തെടുത്താൽ മതി, 1/λ2² മൈനസ് 1/λ1² എന്ന് എടുത്താൽ പോരെ. λ1 കറസ്പോണ്ടിങ് ആയിട്ട് λ2 കറസ്പോണ്ടിങ് ആയിട്ട് എനർജി എഴുതി അതിൻ്റെ ഡിഫറൻസ് എടുക്കുക. ഇത് ഹയർ എനർജിയുടെ വേവ് ലെങ്ത് ആണ്, ഇത് ലോവർ എനർജിയുടെ വേവ് ലെങ്ത് ആണ്. സ്റ്റെപ്പ് ഞാൻ കുറച്ച് വേറെ ഒന്നുമല്ല, ഒന്ന് സ്ഥലം കുറവാണ്, പിന്നെ എല്ലാ സ്റ്റെപ്പും ഇങ്ങനെ എഴുതി സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇവിടെ h² ഡിവൈഡഡ് ബൈ 2m. അപ്പോൾ എനർജി കിട്ടിയപ്പോൾ ഓരല്ലോ നമുക്ക് എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ, സോറി. ഇവിടെ നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് അത് ജൂളിലായിരിക്കും എനർജി കിട്ടുക. ജൂളിൽ കിട്ടുന്ന എനർജി നമ്മൾ എന്തിലേക്ക് മാറ്റണം, ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റണം. അപ്പോൾ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു വാല്യൂവും കൂടെ അവിടെ ആഡ് ചെയ്യണം. ഇലക്ട്രോണിക് ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. നമുക്ക് ഇത് ഈ ഇല്ലാതെ അവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ജൂളിലെ ആൻസറാണ്. സോ കിട്ടുന്ന ആൻസറിന് ജൂളിൽ കിട്ടുന്ന ആൻസറിനെ നമ്മൾ എന്തിലേക്ക് മാറ്റുക, മറ്റേ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റുക. അപ്പോൾ h² എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ സ്ക്വയർ. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 6.6ൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 44 വരും. അത് ഇതുപോലെ ഈ h² വാല്യൂസ് ഒക്കെ ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുന്നത് നല്ലതാണ്. 44 6.6 അല്ലേ, 66 × 66 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 4400 അടുത്ത് വരും. അതാണ് 6.6 ഇൻറ്റു 10⁻⁻68 അല്ലേ വരിക, 10⁻⁻34ൻ്റെ ഹോൾ സ്ക്വയർ അല്ലേ, അപ്പോൾ 68 കിട്ടും. 10⁻⁻68 ഒരു മിനിറ്റ് is equal to 44 into 10 to the power of -68 divided by 2 into mass of electron അല്ലേ. mass of electron is 9.1. 9.1 9 എടുത്തോട്ടെ, വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. 9 into 10⁻⁻31 into ഇലക്ട്രോണിക് ചാർജ് 1.6 into 10 to the power of -19 ആണ്. ആ λ1 ഇതിൻ്റെ വാല്യൂ നമുക്കൊന്ന് വേണമെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അല്ലാതെ ഇപ്പോൾ ഇവിടെ എഴുതാൻ സ്ഥലമില്ല. അത് നമുക്ക് 1/λ1² മൈനസ് 1/λ2² എത്ര വരും നോക്കാം. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ 1/λ2² എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് λ2, ഇതാണ് വാല്യൂ. 1/λ2 എന്ന് പറയുമ്പോൾ ആ 10⁻⁹ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അത് 10 to the power of 18 ആവും. 10 to the power of 18 divided by 0.25. അപ്പോൾ നമുക്ക് λ2² പകരം എന്ത് എഴുതാം, 4 into 1/0.2 എന്ന് പറഞ്ഞാൽ 0.25 എന്ന് പറഞ്ഞാൽ 4 അല്ലേ. അപ്പോൾ 4 into 10⁻18 മൈനസ് ഇതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 10⁻18 divided by 4, 1/4 into 10⁻18 എന്ന് കിട്ടും. അപ്പോൾ അവിടെ 1/λ1² മൈനസ് 1/λ2² മൈനസ് 1/λ1² എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 15 divided by 4 into 10⁻18. അത് ഇവിടെ കൊടുത്താൽ മതി. 15/4 into 10⁻18 അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ക്യാൻസൽ ആകാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്ത് കളയുക. ഇവിടെ ആദ്യം നമുക്ക് 10ൻ്റെ പവർ നോക്കാം. 31 68 31 19 50 ഇത് 10⁻⁻50, ഇവിടെ -68 ഉണ്ട്. അപ്പോൾ ബാക്കി ഇവിടെ 10⁻⁻18 ഉണ്ടാവുള്ളൂ. 10⁻⁻18 10⁻+18, അപ്പോൾ എല്ലാം പോയി, എല്ലാ കാര്യങ്ങളും പോയി. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് പറയാൻ പറ്റും. കാരണം ഇവിടെ ബാക്കി 10ൻ്റെ പവർ എല്ലാം ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ അത് മില്യൺ ഇലക്ട്രോൺ വോൾട്ട് അല്ല, കിലോ ഇലക്ട്രോൺ വോൾട്ട് അല്ല, ഇതൊന്നുമല്ല. അപ്പോൾ 10 പവർ എല്ലാം ക്യാൻസലായി പോയതുകൊണ്ട് 44 divided by 18 ഇൻറ്റു 18 ഇൻറ്റു 1.6 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കോട്ടെ. ഞാൻ ഫുള്ള് കാൽക്കുലേഷൻ ചെയ്യില്ലേ, അതിനുള്ള സമയമില്ല എനിക്ക്. ഇവിടെ ഇപ്പോൾ എഴുതിയതൊക്കെ പോയില്ലേ. ഇവിടെ 44 divided by 2 ഇൻറ്റു 9 ഇൻറ്റു 10⁻⁻31 അത് പോട്ടെ. അപ്പോൾ 44 divided by ഇതിപ്പോൾ വരുന്നത് 3.2 into 9 into 15 divided by 4. ബാക്കി എല്ലാം പോയി. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ വരുന്നത് കൃത്യം 5.625 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 4ാമത്തെ ഓപ്ഷനാണ്. ബാക്കി കാൽക്കുലേഷൻ ഞാൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഇത് മൊത്തം മൾട്ടിപ്ലൈ ചെയ്ത് ഇനി സമയം കളയാൻ വയ്യ. ഓക്കെ, സോ 4ാമത്തെ ഓപ്ഷനാണ് ആൻസർ വരിക. ക്വസ്റ്റ്യൻ ചെറുതാണ്, പക്ഷേ അത്യാവശ്യം നല്ലോണം നമുക്ക് കാൽക്കുലേഷൻ അതിലുണ്ട്. അടുത്തത് എന്താണ് നോക്കാം. Hydrogen atom emits a photon corresponding to an electron transition from n = 5 to n = 1. ഫണ്ട് സീരീസിൽ നിന്നുള്ളതാണ്.
ഫിഫ്ത്ത് ഓർബിറ്റിൽ നിന്ന് ഫസ്റ്റ് ഓർബിറ്റിലേക്ക് ഒരു ഇലക്ട്രോണിനെ ഹൈഡ്രജൻ ആറ്റം എമിറ്റ് ചെയ്യുന്നു. സോ വാട്ട് ഈസ് ദ റീകോയിൽ സ്പീഡ് ഓഫ് ഹൈഡ്രജൻ ഈസ് ഓൾമോസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ റീകോയിൽ സ്പീഡ് കണ്ടുപിടിക്കാൻ ബുള്ളറ്റിൻ്റെ റീകോയിൽ സ്പീഡ്, റോക്കറ്റിൻ്റെ റീകോയിൽ സ്പീഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ എഴുതുക? m1v1 is equal to m2v2 എന്ന് എഴുതും. ഇവിടെ അത് നടക്കില്ല. കാരണം നമുക്ക് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസും കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ ഫോട്ടോണിൻ്റെ മാസം അറിയില്ല. ഫോട്ടോണിൻ്റെ മാസം അറിയാതെ നമുക്ക് ഈ മെത്തേഡ് വെച്ച് റീകോയിൽ സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ അവിടെ നമുക്ക് അറിയുന്ന കാര്യം എന്ന് വെച്ചാൽ അവിടെ ഫോട്ടോണിൻ്റെ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം ഓഫ് ഫോട്ടോൺ ഈക്വൽ ടു E/c ആണ്. ഇത് വെച്ച് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇവിടെ എമിറ്റ് ചെയ്ത ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഫോട്ടോൺ വന്നിട്ടുണ്ട്. ഇതിൻ്റെ എനർജി നമുക്ക് E2 ആയിട്ടും ഇതിൻ്റെ എനർജി E1 ആയിട്ടും എടുക്കാം. E2 - E1 ആണ് ഫോട്ടോണിൻ്റെ എനർജി വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മൊമെൻറ്റം ഓഫ് ഫോട്ടോൺ ഇവിടെ ചെയ്യാനുള്ള പ്രിൻസിപ്പിൾ എന്താണ്? കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം തന്നെയാണ്. മൊമെൻറ്റം ഓഫ് ഫോട്ടോൺ ഈക്വൽ ടു മൊമെൻറ്റം ഓഫ് ഹൈഡ്രജൻ. കാരണം ഒരു ഫോട്ടോൺ മുമ്പോട്ട് പോകുന്ന സമയത്ത്, എമിറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന സമയത്ത് നാച്ചുറലി ആ ഫോട്ടോണിൻ്റെ ഫോർവേഡ് മൊമെൻറ്റം തന്നെ ആർക്കും ഉണ്ടാവും? ഹൈഡ്രജൻ ആറ്റത്തിന് അല്ലെങ്കിൽ ഹൈഡ്രജൻ ന്യൂക്ലിയസിന് ബാക്ക്വേർഡ് ആയിട്ടുണ്ടാവും. സോ രണ്ടുപേരുടെ മൊമെൻറ്റം ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡാണ്, ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷനാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ മൊമെൻറ്റം ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിട്ട് എഴുതാം? മാസ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ റീകോയിൽ വെലോസിറ്റി ഓഫ് ഹൈഡ്രജൻ ഈക്വൽ ടു മൊമെൻറ്റം ഓഫ് ഫോട്ടോണിന് എന്ത് എഴുതിയാൽ മതി? എനർജി ഡിവൈഡഡ് ബൈ സി എന്ന് എഴുതിയാൽ പോരെ. മാസിൻ്റെ എനർജി ഡിവൈഡഡ് ബൈ സി. ഇവിടെ നമുക്ക് എനർജി ഡിവൈഡഡ് ബൈ സി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇപ്പം ആദ്യം തന്നെ ഫോട്ടോണിൻ്റെ മൊമെൻറ്റം കണ്ടുപിടിച്ച് നോക്കാം. വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് വി ഈക്വൽ ടു ഡെൽറ്റ ഇ ഡിവൈഡഡ് ബൈ വി ഇൻറ്റു വി അല്ലല്ലോ സി അല്ലേ, സി ഇൻറ്റു എന്ന് വരും. ഡെൽറ്റ ഇ ഡിവൈഡഡ് ബൈ MC എന്ന് വരും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എനർജി ചെയ്യുമ്പോൾ നമുക്കത് എന്തിലേ കിട്ടുള്ളൂ? ഇലക്ട്രോൺ വോൾട്ടിലേ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് നമ്മൾ കിലോഗ്രാമിലേക്കും ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന എനർജി ഇലക്ട്രോൺ വോൾട്ടിലായിരിക്കും കിട്ടുക. ആ ഇലക്ട്രോൺ വോൾട്ടിൽ കിട്ടുന്ന എനർജി നമ്മൾ എന്തിലേക്ക് മാറ്റണം? ജൂളിലേക്ക് മാറ്റിയിട്ട് വേണം ചെയ്യാൻ. നോക്കാം നമുക്ക് എന്തായാലും കാര്യങ്ങളിലേക്ക്. അത് നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം എല്ലാവരും. അപ്പോൾ റീകോയിൽ സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഫോർമുല ഓർമ്മിച്ച് വെച്ചോളൂട്ടാ. ഡെൽറ്റ E/c ആണ്. നമുക്ക് ആദ്യം മൊമെൻറ്റം ഓഫ് ഫോട്ടോൺ എന്തായാലും കണ്ടുപിടിച്ച് നോക്കാം. എന്നിട്ട് അതിൻ്റെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ, ഹൈഡ്രജൻ്റെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ മൊമെൻറ്റം ഓഫ് ഫോട്ടോൺ ഈക്വൽ ടു ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള എനർജി ഡിഫറൻസ് ആണ്. അവർ തമ്മിലുള്ള എനർജി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്ര വരും മക്കളെ? ഫോർമുല ഓർമ്മ ഉണ്ടാവുമല്ലോ. 13.6 ഇൻറ്റു ഹൈഡ്രജൻ ആയതുകൊണ്ട് Z² 1 ആയിട്ട് എടുത്താൽ മതി, ഇൻറ്റു 1/n1² - 1/n2². അപ്പോൾ എത്ര വരണം? 1/1² - 1/5² എന്ന് വരും. റിഡ്ബർഗ് ഫോർമുല ഓർമ്മ ഉണ്ടാവുമല്ലോ. എനർജി ഫോർ ദ എനർജി റേഡിയേറ്റഡ് ഓർ അബ്സോർബ്ഡ് ഫോർ എ ട്രാൻസിഷൻ ഫ്രം N1 to N2 അല്ലെങ്കിൽ N2 to N1 ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു വേവ് ലെങ്ത് ആണെങ്കിൽ 1/λ ഈക്വൽ ടു R ഇൻറ്റു 1/n1² - 1/n2². എനർജി ആണെങ്കിൽ 13.6 ഇൻറ്റു 1/n1² - 1/n2² ഇലക്ട്രോൺ വോൾട്ടും ആണ്. ഇലക്ട്രോൺ വോൾട്ടിലെ ജൂളിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മളിവിടെ ചെയ്യാൻ. കാരണം ആൻസേഴ്സ് ആർ ഗിവൺ ഇൻ മീറ്റർ/സെക്കൻഡ്. ഓക്കെ, അത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മളെവിടെ എത്താണ്ട് നിൽക്കും. അപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നിങ്ങൾ മറ്റേ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഇലക്ട്രോണിക് ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ദിസ് ഇസ് ഈക്വൽ ടു 13.6 ഇൻറ്റു ഇത് 24 ഡിവൈഡഡ് ബൈ 25 അല്ലേ വരിക, ഇത്രയും ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ഇതിൻ്റെ വാല്യൂ ഇപ്പോൾ ഉദ്ദേശം എത്ര വരണം? 13.6 ഇൻറ്റു 24/25 എന്ന് പറഞ്ഞാൽ 0.9 വരും. അപ്പോൾ എത്ര കിട്ടണം? 13 കിട്ടുമായിരിക്കും. അപ്രോക്സിമേറ്റ്ലി 13 കിട്ടും കേട്ടോ മക്കളെ. കൃത്യം വാല്യൂ ഇപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ അറിയുള്ളൂ, എക്സാക്ട് വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ അറിയുള്ളൂ. അപ്പോൾ ഇത്ര ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടി. സോ 13.6 ഇൻറ്റു 24 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻⁻⁹ ജൂളാണ്, അല്ലെങ്കിൽ സോറി ഇൻറ്റു 10⁻⁻⁹ ആണ് ഫോട്ടോണിൻ്റെ ടോട്ടൽ മൊമെൻറ്റം വരുന്നത്. ഫോട്ടോൺ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ അത് എന്താണ്? ഹൈഡ്രജൻ്റെ മൊമെൻറ്റത്തിന് ഈക്വൽ ആണ്. സോ ഹൈഡ്രജൻ്റെ മാസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ. ഹൈഡ്രജൻ്റെ മാസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻27 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്കവിടെ എത്ര വരണം? വെട്ടിപ്പോയി കഴിഞ്ഞാൽ വെട്ടാനുള്ളതൊക്കെ വെട്ടിക്കളയാനുള്ളതൊക്കെ വെട്ടിക്കളയുക. അപ്പോൾ എത്ര അപ്രോക്സിമേറ്റ്ലി എത്ര വരും? നമുക്ക് വരേണ്ട ആൻസർ വെട്ടിക്കളഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു 10⁻⁻⁻19 ഉണ്ട്, ഇവിടെ ഒരു 10⁻⁻27 വരുന്നുണ്ട്. ഒന്നും മിസ്സായിട്ടില്ല എന്ന് തോന്നുന്നു. മൊമെൻറ്റം ഓഫ് ഫോട്ടോൺ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ? 10⁻⁻19 24 25 ഒറ്റ മിനിറ്റ്. ഇലക്ട്രോൺ വോൾട്ടിനെ നമ്മൾ ജൂളിലേക്ക് മാറ്റി. എവിടെയോ എന്തോ ഒരു പ്രശ്നം വന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. Hydrogen atom emits a photon corresponding to an electronic transition n equal to the recoil speed of hydrogen atom is almost എത്ര വരുന്നത്?
ഒരു മിനിറ്റ് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ, എവിടെയാണ് എന്താണ് പ്രശ്നം വന്നിട്ടുള്ളതെന്ന്. റിക്കോയിൽ സ്പീഡ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് ഓൾമോസ്റ്റ് മാസ് ഓഫ് ഫോട്ടോൺ തന്നിട്ടുണ്ട്. എവിടെ എന്തോ ഒരു ചെറിയൊരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വന്ന പോലെ എനിക്ക് തോന്നുന്നു. നമുക്ക് നോക്കാം എന്തായാലും, സമയമുണ്ടല്ലോ. അപ്പോൾ അവിടെ ആദ്യം നമുക്ക് മൊമെൻറ്റം ഓഫ് ഫോട്ടോൺ എത്ര വരും നോക്കട്ടെ കേട്ടോ. മൊമെൻറ്റം ഓഫ് ഫോട്ടോൺ ഈക്വൽ ടു ഡെൽറ്റ ഇ ഡിവൈഡഡ് ബൈ സി ആണ്. നേരത്തെ ചെയ്ത പോലെ ഞാൻ ഓരോ പാർട്ടായിട്ട് എഴുതാം, നിങ്ങളത് എഴുതിയെടുത്താൽ മതി, അപ്പോൾ പിന്നെ മാറ്റാൻ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ഡെൽറ്റ ഇ ബൈ സി എന്ന് പറയുമ്പോൾ ഡെൽറ്റ ഇ ഡിവൈഡഡ് ബൈ സി കറക്റ്റ് അല്ലേ? മൊമെൻറ്റം ഈക്വൽ ടു എനർജി ഡിവൈഡഡ് ബൈ വെലോസിറ്റി ആണ്. യെസ്, നമ്മളവിടെ വെലോസിറ്റി മിസ്റ്റേക്ക് വരാൻ കാരണം വേറെ ഒന്നുമില്ല, നമ്മളവിടെ വെലോസിറ്റി ഓഫ് ലൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്തില്ല, അതുകൊണ്ടാണ് കാര്യം വന്നത്. ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ എന്ത് കിട്ടും? എനർജി എന്ന് വരുമ്പോൾ നമുക്കവിടെ 13.6 ഇൻറ്റു 1/n1² മൈനസ് 1/n2² എന്ന് പറയുമ്പോൾ 1/25 എന്ന് കിട്ടും. അതിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? ഇലക്ട്രോണിക് ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 1.6 ഇൻറ്റു 10⁻⁻⁹ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അത്രയും വാല്യൂ നമുക്ക് SI യൂണിറ്റിൽ കിട്ടി. അപ്പോൾ വെലോസിറ്റി ഓഫ് റീകോയിൽ ഓഫ് ഹൈഡ്രജൻ ഈക്വൽ ടു ഇത് എനർജിയാണ് ഡിവൈഡഡ് ബൈ നമ്മൾ എന്തുകൊണ്ട് ചെയ്യണം? 3 ഇൻറ്റു 10⁻⁸ വേണം. ഇത് എഴുതാൻ നേരത്തെ വിട്ടുപോയില്ലേ ഞാൻ. അപ്പോൾ ഹൈഡ്രജൻ്റെ വെലോസിറ്റി എത്ര വരും? 13.6 ഇൻറ്റു 24 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻⁹. ഇനി വരുന്ന ആരാ? ഒരു 3 വരും. 3 ഇൻറ്റു 10⁻⁸ വരും. പിന്നെ മാസ് വരുന്നത് 1.6 ഇൻറ്റു 10⁻⁻27. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ടാവുമല്ലോ. 27 8 പോയി കഴിഞ്ഞാൽ 19. അപ്പോൾ അത് ഇവിടെ ഒരു -19 വരും, മുകളിലൊരു -19 ഉണ്ട്, അതങ്ങ് വെട്ടിപ്പോയി. സോ വാട്ട് ഈസ് ദ ആൻസർ? 13.6 ഇൻറ്റു 24 ഇൻറ്റു ഒരു 1.6 അവിടെ വെറുതെ കിടക്കണില്ലേ, വെട്ടിക്കളഞ്ഞൂടെ അതിന്? അത് പോട്ടെ, ആവശ്യമില്ലല്ലോ. സോ ദിസ് ഇസ് ഈക്വൽ ടു 13.6 ഇൻറ്റു 24 13.6 ഇൻറ്റു 24 ഡിവൈഡഡ് ബൈ ഇവിടെ പിന്നെ ആരാ ഉള്ളത്? ഒരു 75 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് ഉദ്ദേശം 4 വരില്ലേ? അല്ല, ഉദ്ദേശം 3 വരില്ലേ? അറൗണ്ട് 3 അല്ലേ മക്കളെ വരിക? 25 × 3 75. സോ ഇത് അപ്രോക്സിമേറ്റ്ലി ഞാനിത് 3 എന്ന് എഴുതാണ്. അല്ലാതെ ഇപ്പോൾ കറക്റ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ ഇപ്പോൾ കാൽക്കുലേറ്റർ ഇല്ല എൻ്റെ അടുത്ത്. അപ്പോൾ അത് 3 വന്നു. 13/3 എന്ന് പറഞ്ഞാൽ 4 പോയിൻറ്റ് സംതിങ് അല്ലേ വരേണ്ടത്? 4 3 12, പിന്നെ ഒരു 1 വരും. സോ ഒരു 4നും 5നും ഇടയിൽ ആൻസർ എന്തായാലും 5 വരില്ല, 4 കഴിഞ്ഞിട്ടുണ്ടാവും. സോ നമ്മുടെ ആൻസർ വരുന്നത് 3ാമത്തെ ഓപ്ഷനാണ്. ഓക്കെ, ഈ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യനും കുറച്ച് ക്വസ്റ്റ്യൻ ചെറുതാണെങ്കിൽ നമുക്ക് ചെയ്യാൻ അത്യാവശ്യം നല്ലോണം ഉണ്ട്. ഇവിടെ ഇത് 4E ആണ് കേട്ടോ, 4E. ഇത് 7/3E ആണ്, ഇത് E ആണ്. അത് ചിലപ്പോൾ എഴുതിയത് ടൈപ്പ് ചെയ്ത് ക്ലിയർ ആയില്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇത് 4E ആണ്, ഇത് 7/3E ആണ്. 4E 7/3E ആൻഡ് E 3 എനർജി ലെവൽ തന്നിട്ടുണ്ട്. ദ ഫോളോയിങ് ഡയഗ്രാം indicates the energy levels of a certain atom when the system moves from 4E to E. അപ്പോൾ ഇതിൻ്റെ വേവ് ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ പറയുന്നത് എന്താണ്? ദ വേവ് ലെങ്ത് ഓഫ് ഫോട്ടോൺ പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ ട്രാൻസിഷൻ ഫ്രം 7/3E to E ഈസ് λ2. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് λ1 ആണ്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് λ2 ആണ്. അപ്പോൾ അവരുടെ റേഷ്യോ എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് രണ്ടും കൂടെ എഴുതി നോക്കാം. 4E നിന്ന് ഇയിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് എന്താ എഴുതിയാൽ മതി? hc ഡിവൈഡഡ് ബൈ λ1 ഈക്വൽ ടു 4E മൈനസ് E. അപ്പോൾ അത് 3E എന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് ഒന്നാമത്തെ ഇക്വേഷൻ നമ്പർ 1. പിന്നെ എന്താണ് രണ്ടാമത്തെ കേസിൽ വരുന്ന കാര്യം എന്താണ്? അപ്പോൾ ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ hc ഈക്വൽ ടു 3E എന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ E ഈക്വൽ ടു hc/3 λ1 എന്നോ വേണമെങ്കിൽ എഴുതാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ അത് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് ആസ് E ഈക്വൽ ടു hc ഡിവൈഡഡ് ബൈ 3 λ1. അവിടെ കിടന്നോട്ടെ. പിന്നെന്താണ്? വെൻ ദ വേവ് ലെങ്ത് ഓഫ് ഫോട്ടോൺ പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ ട്രാൻസിഷൻ ഫ്രം 7/3E to E. അപ്പോൾ രണ്ടാമത്തെ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ hc/λ2 എന്ന് എഴുതാം. c ഡിവൈഡഡ് ബൈ ഇതൊക്കെ മാഞ്ഞു പോവാണ്. അപ്പോൾ 7 hc ഡിവൈഡഡ് ബൈ λ2 മായല്ലേ? hc ഡിവൈഡഡ് ബൈ λ2 ഈസ് ഈക്വൽ ടു എത്ര വരും? 7/3E നിന്ന് E മൈനസ് ചെയ്യണം. ഇതല്ലേ മൈനസ് ചെയ്യേണ്ടത്? 7/3E മൈനസ് E. അപ്പോൾ 4/3 അല്ലേ വരിക? 4/3 + 1 അല്ലേ 7/3 വരുന്നത്? 4/3
ഇ എന്ന് കിട്ടും. അതിലിപ്പോൾ നമുക്ക് ഇക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? hc/3 λ1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാര്യം കഴിഞ്ഞില്ലേ? അപ്പോൾ എന്താ വരിക? hc ഡിവൈഡഡ് ബൈ λ2 ഈക്വൽ ടു 4/3 ഇൻറ്റു hc ഡിവൈഡഡ് ബൈ 3 λ1. മാറിപ്പോയിട്ടൊന്നുമില്ലല്ലോ. hc/3 λ1 അല്ലല്ലോ. എനർജിക്ക് പകരം 4/3 hc/3 λ1 തന്നെ, ശരിയാണ്. hc ഡിവൈഡഡ് ബൈ 3 λ1. വെട്ടിക്കളേണ്ടതൊക്കെ വെട്ടിക്കളഞ്ഞു, നമുക്ക് ആവശ്യമുള്ള ആൻസർ കിട്ടും. hc വെട്ടിപ്പോയി, λ1നെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. സോ λ1 ഡിവൈഡഡ് ബൈ λ2. ഇവിടെ ഒരു ഈക്വൽ ടു 4 ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു 9 ഉണ്ട്. λ1 ബൈ λ2 ഇസ് ഈക്വൽ ടു 4/9. രണ്ടാമത്തെ ഓപ്ഷൻ 4/9. ഓക്കെ, ഇതെന്താണ്? ഇത് ഒരു ചെറിയ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ മക്കളവിടെ. ഇത് ഈ നമ്മുടെ ബൈൻഡിങ് എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഫുള്ള് കാൽക്കുലേഷൻ ഞാൻ ചെയ്യാനുള്ള ഇതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. കീയും പറഞ്ഞുതരാം. അവിടെ മൊത്തമായിട്ട് ചെയ്യാനുള്ളൊരു സമയം അതുപോലെ തന്നെ സ്ഥലവും നമുക്കിവിടെ ഇല്ലല്ലോ. ഇത് സ്റ്റാറ്റ് അല്ല, ഇത് ആറ്റം എന്നാണ്. ഹൈഡ്രജൻ ആറ്റം അല്ല, സിസ്റ്റം എന്ന് എഴുതിയാൽ മതി. എ സിസ്റ്റം, അതെന്തോ ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. എ സിസ്റ്റം ഇനീഷ്യലി ഹാസ് 10 to the power of 40 neutrons, 10 raised to 40 neutrons. It produces energy via the process. രണ്ട് പ്രോസസ്സ് വഴിയാണ് തന്നിട്ടുള്ളത്. The masses of nuclei are as follows. മാസ് ഓഫ് ഡ്യൂട്ടീരിയം തന്നിട്ടുണ്ട്, മാസ് ഓഫ് പ്രോട്ടിയം തന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ ന്യൂട്രോൺ, ഹീലിയം എല്ലാത്തിൻ്റെയും മാസ് തന്നിട്ടുണ്ട്. ദ ആവറേജ് പവർ റേഡിയേറ്റഡ് സ്റ്റാറ്റ് അല്ലല്ലേ, സ്റ്റാറാണ്. അപ്പോൾ ഇതിനെ സ്റ്റാർ എന്ന് എഴുതിയാം. സ്റ്റാർ ഇത് ലാസ്റ്റ് കണ്ടപ്പോഴാണ് സ്റ്റാർ ആണെന്നുള്ള കാര്യം. ഞാൻ ആദ്യം സിസ്റ്റം എന്ന് വിചാരിച്ചു. സ്റ്റാർ ഇനീഷ്യലി ഹാസ് 10 raised to ഇത്രയും ഡ്യൂട്രോൺസ് അവിടെ മൊത്തം ഉണ്ട്. അത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന വഴിയും തന്നിട്ടുണ്ട് നമുക്കവിടെ. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഈ ട്രീഷിയം എന്ന് പറയുന്നത് അവിടെ ഒരു സൈഡ് ബൈ പ്രോഡക്റ്റ്, ഒരു സൈഡ് പ്രോഡക്റ്റ് ആണ്. അത് സ്റ്റേബിൾ അല്ല. സോ മൊത്തം റിയാക്ഷൻ ഇത് രണ്ട് റിയാക്ഷനുകളിലും കൂടിയിട്ട് കമ്പൈൻഡ് ആയിട്ട് അവിടുത്തെ നെറ്റ് റിയാക്ഷൻ എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എക്സിസ്റ്റ് ചെയ്യില്ല. ഇതവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ലല്ലോ. 1H3 ഇവിടെ ഉണ്ട്. ആ 1H3 ആണ് പിന്നെ എന്തായിട്ട് മാറുന്നത്? ഹീലിയം 2,4 ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1, 2, 3 ഡ്യൂട്ടീരിയം വരുന്നുണ്ട് അവിടെ. 3H12 പ്ലസ് ആരാ വരുന്നത്? 3H12 വരുന്നുണ്ട്. 3H12 ഇവിടെ വരുന്നത് ഒരു ഹീലിയം, 3H1. ഒരു മിനിറ്റ്, ഈ രണ്ട് റിയാക്ഷനും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഈ രണ്ടാൾക്ക് ഇത് രണ്ടും വേണ്ട. ഇവർ രണ്ടാളെ നമുക്ക് ആവശ്യമില്ലല്ലോ അവിടെ. അത് സ്റ്റേബിളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് അല്ലാത്തതുകൊണ്ട് അപ്പോൾ നമുക്ക് എഴുതാം. എന്ത് വരും? 3H12 gives 2 ഹീലിയം 2,4 തരും. അതാണ് മെയിൻ പ്രോഡക്റ്റ്. 1, 2, 3 ഒന്നും മാറിയിട്ടല്ലോ. എല്ലാം ഡ്യൂട്ടീരിയം തന്നെയല്ലേ. 3 ഡ്യൂട്ടീരിയം, അതിൽ നിന്ന് ഒരു ഹീലിയം ഉണ്ടാവുന്നു, ഒരു പ്രോട്ടോൺ ഉണ്ടാവുന്നു, ഒരു ന്യൂട്രോൺ ഉണ്ടാവുന്നു. ഒരു N01 പ്ലസ് H11. എല്ലാം കറക്റ്റ് അല്ലേ? 3, 2, 6, 4, 1, 5, 1, 6, 3, 2, 1, 3. സോ മാസ് കൺസർവേഷനൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം കുറച്ച് എനർജിയും അവിടെ റിലീസായി. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മക്കളെ, നമുക്ക് അവിടെ മാസ് ഡിഫക്റ്റ് കണ്ടുപിടിക്കണം. മാസ് ഡിഫക്റ്റ് കണ്ടുപിടിക്കാൻ 3 ഇൻറ്റു ഇതിൻ്റെ മാസ് തന്നിട്ടില്ലേ? 2.014 ആണ്. 2.014. അതിൽ നിന്ന് അത് ഞാൻ മുകളിൽ എഴുതിയ പോരെ, ഇവിടെ സ്ഥലം പോരല്ലോ. അപ്പോൾ ഡെൽറ്റ എമ്മിൻ്റെ വാല്യൂ ഇതൊന്ന് മാറ്റണ്ടേ. അപ്പോൾ അവിടുത്തെ മാസ് ഡിഫക്റ്റിൻ്റെ വാല്യൂ വരുന്നത് ഡെൽറ്റ എം ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 2.014. അതിൽ നിന്ന് നമ്മൾ ആരെ മൈനസ് ചെയ്ത് കളയണം? ഇവരുടെ ബാക്കിയുള്ള പ്രൊഡക്റ്റിൻ്റെ മാസിനെ നമ്മളവിടെ മൈനസ് ചെയ്ത് കളയണം. അപ്പോൾ ഹീലിയം 2,4 അല്ലേ? ഹീലിയം 2,4ൻ്റെ മാസ് എത്രയാണ് പറയുന്നത്? 4.001 പ്ലസ് 1.007 പ്ലസ് ന്യൂട്രോണിൻ്റെ മാസ് 1.008. 3 ആൾക്കാരെ മാസം നമ്മൾ മൈനസ് ചെയ്ത് കളയണം. ഇത് 2, 4, 1, 5, 1, 6. ഇത് 4, 1, 5, 1, 6. സോ ഇതൊന്ന് വാല്യൂ ഒന്ന് ഓർമ്മിച്ച് വെച്ചോളൂ കേട്ടോ. ഇവിടുത്തെ ഡെൽറ്റ എമ്മിൻ്റെ വാല്യൂ 0.026 AMU എന്ന് വരുന്നു തോന്നുന്നു. കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യാൻ നിവൃത്തിയില്ല. 3, 2, 6. അവിടെ 6 തന്നെയാണ്. ഇവിടെ 8, 7, 15, 16, 140, 16,
0.26 AMU എന്നാണ് കിട്ടുകയെന്ന് തോന്നുന്നു. അന്ന് വാല്യൂ ഒന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്കിവിടെ മാസ് ഡിഫക്റ്റ് കിട്ടും 0.026 ആണെന്ന് തോന്നുന്നു. 2.6 വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അത് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ. അപ്പോൾ സമയം ഒരിത്തിരി നമുക്കവിടെ എടുക്കേണ്ടി വരുന്നു മാത്രം. അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6.028 എന്ന് കിട്ടും. അതിൽ നമ്മൾ അവരെ ഇതിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 1 5 1 6 6 ഇവിടെ 1 7 8 8 8 16 0.016 എന്ന് വരും. ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു ഏകദേശം വന്ന 2.014 അതിൻ്റെ മാസ് 3 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കാൽക്കുലേറ്റ് ചെയ്തതിൽ വരില്ല. അപ്പോൾ 6.0 14 × 3 42 അല്ലേ വരെ 042 മൈനസ് 6.016 എന്ന് വരും. കറക്റ്റാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 0.26 വരും. ഇത്രയും AMU ആണ് അവിടുത്തെ മാസ് ഡിഫക്റ്റ് ആയിട്ട് വരുന്നത്. നമുക്ക് മാസ് ഡിഫക്റ്റ് കിട്ടിയാൽ മതി. മാസ് ഡിഫക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് ബൈൻഡിങ് എനർജി കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ. ബൈൻഡിങ് എനർജി എത്ര വരും? ബൈൻഡിങ് എനർജി ഈക്വൽ ടു എത്ര വരുന്നത്? 0.026 × 931 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് എന്ന് വരും. ഇതാണ് ഒരു റിയാക്ഷൻ കൊണ്ട് നമുക്ക് കിട്ടുന്ന എനർജി. ഒരു റിയാക്ഷൻ കൊണ്ട് ഈ ബൈൻഡിങ് എനർജി മില്യൺ ഇലക്ട്രോൺ വോൾട്ടിൽ എഴുതിയാൽ പോരാ. കാരണം നമുക്കിവിടെ പവർ തന്നിട്ടുള്ളത് 10⁻16 വാട്ട്സ് ആണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ബൈൻഡിങ് എനർജി. അപ്പോൾ ബൈൻഡിങ് എനർജിയെ ഞാനൊന്ന് SI യൂണിറ്റിലേക്ക് മാറ്റുകയാണ്. സോ തൽക്കാലം ഇതൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. തൽക്കാലം ഇതൊന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്കവിടെ ബൈൻഡിങ് എനർജിയുടെ വാല്യൂ വരുന്നത് 0.026 × 931 MeV ആണ്. അപ്പോൾ 931 × 1.6 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുമ്പോൾ 10⁻⁻13 അത്രയും ജൂളെന്ന് കിട്ടും. ഇത്രയും ജൂളാണ് നമുക്കവിടെ ഒരു റിയാക്ഷനിൽ നിന്ന്, ഇപ്പോൾ ഈ തന്നിട്ടുള്ള ഈ ഒരൊറ്റ റിയാക്ഷനിൽ നിന്ന് 3 ഡ്യൂട്രോൺസ് കമ്പൈൻ ചെയ്ത് ഒരു ഹീലിയവും ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ഉണ്ടാകുന്ന സമയത്ത് നമുക്കവിടെ കിട്ടുന്നത് ഇത്രയും എനർജിയാണ്. ഒരു റിയാക്ഷനിൽ നിന്ന് കിട്ടുന്നതാണ്. ഒരു റിയാക്ഷനിൽ നിന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ദിസ് ഈസ് പ്രൊവൈഡഡ് ബൈ 3 ഡ്യൂട്രോൺസ്. 3 ഡ്യൂട്രോൺസ് ആണ് നമുക്ക് ഇത്രയും എനർജി തരുന്നത്. 3 ഡ്യൂട്രോൺസ് നമുക്ക് ഇത്രയും എനർജി തരുന്നുണ്ട്. അവിടെ ടോട്ടൽ എത്ര ഡ്യൂട്രോൺസ് ഉണ്ട്? 10⁻40 ഡ്യൂട്രോൺസ് ഉണ്ട്. നിങ്ങളപ്പോൾ ഈ ബൈൻഡിങ് എനർജിയുടെ വാല്യൂ തൽക്കാലം അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോളൂ നോക്കുക. ഫൈനൽ ആൻസർ ഞാൻ പറഞ്ഞുതരാം. ഇത്ര ടോട്ടൽ ഇത്ര ഡ്യൂട്ടീരിയം ആറ്റംസ്, ഡ്യൂട്ടീരിയം ന്യൂക്ലിയസുകൾ അവിടെയുണ്ട്. 3 ഡ്യൂട്ടീരിയംസ് തരുന്ന എനർജിയാണിത്. അതായത് ഒരു റിയാക്ഷനിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ് ഇത്രയും ഈ തന്നിട്ടുള്ള ബൈൻഡിങ് എനർജി. ലെറ്റ് ഇറ്റ് ബി സംതിങ് എന്ന് വിചാരിച്ചോ നിങ്ങളവിടെ. ഞാനൊന്ന് പേജ് മറക്കണ്ടേ, അല്ലാതെ വേറെ നിവൃത്തിയില്ല. അപ്പോൾ നമുക്ക് കിട്ടിയ ടോട്ടൽ ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ BE ആണെന്ന് വിചാരിച്ചോ. ടോട്ടൽ ബൈൻഡിങ് എനർജിയുടെ വാല്യൂ BE അല്ലെങ്കിൽ E എന്നോ വിചാരിക്കും. സോ നമുക്കവിടെ 3 ഡ്യൂട്ടീരിയങ്ങൾ നമുക്ക് തരുന്ന എനർജി എന്ന് പറയുന്നത് E ആണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി അവിടെ കാൽക്കുലേറ്റ് ചെയ്തതാണ്. ഇതിനകത്ത് 10⁻40 ഡ്യൂട്രോൺസ് ഉണ്ട്. 10⁻40 140 അല്ല. ടോട്ടൽ നമ്പർ ഓഫ് ഡ്യൂട്രോൺസ് എന്ന് പറയുമ്പോൾ 10⁻40 ഉണ്ട്. ഒരു റിയാക്ഷൻ നടക്കാൻ 3 ആൾക്കാർ വേണം. അപ്പോൾ 10⁻40 ആൾക്കാരുണ്ടെങ്കിൽ അവിടെ എത്ര റിയാക്ഷൻസ് നടന്നിട്ടുണ്ടാവും? 10⁻40 / 3 റിയാക്ഷൻസ് നടന്നിട്ടുണ്ടാവും. ഒരു റിയാക്ഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എനർജിയാണ് ഈ തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്രയും റിയാക്ഷൻസ് നടന്നാൽ അവിടെ റിലീസ് ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? ഇതാണ് അവിടുത്തെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. ഇത്രയും എനർജി. പവർ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് അവിടെ. പവർ എങ്ങനെയാണ് നിങ്ങൾ എഴുതുക? പവർ ഈക്വൽ ടു ടോട്ടൽ എനർജി / ടൈം അല്ലേ എഴുതുക. അപ്പോൾ ടൈം ഈക്വൽ ടു എനർജി / പവർ. അതായത് ടോട്ടൽ എനർജി / പവർ. ടോട്ടൽ എനർജി ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. പവറിൻ്റെ വാല്യൂ അവിടെ തന്നിട്ടുണ്ടല്ലോ 10⁻16 വാട്ട്സ് അല്ലേ. പവർ ഈക്വൽ ടു 10⁻16 വാട്ട്സ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ടൈം ഈക്വൽ ടു ടോട്ടൽ എനർജി / പവർ. ടോട്ടൽ എനർജി ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. പവർ നമുക്ക് തന്നിട്ടുണ്ട്. സോ ടൈം നമുക്ക് അപ്രോക്സിമേറ്റ്ലി 1.29 കൃത്യമായിട്ട് വാല്യൂ വരുന്നത് 1.29 × 10⁻12 സെക്കൻഡ്സ് എന്ന് കിട്ടും. നമ്മുടെ ഓപ്ഷൻസ് ഒന്ന് ഈ വാല്യൂ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നമ്മുടെ ഓപ്ഷൻസിൽ 10⁻12 എന്ന് പറഞ്ഞ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അത് ആൻസറായിട്ട് ചൂസ് ചെയ്യാം. ഇതായിട്ട് വരും 10⁻12 സെക്കൻഡ്സിന് ആൻസർ വരും. കൃത്യം വാല്യൂ വരുന്നത് അറൗണ്ട് 1.29 or 1.3 അതിൻ്റെ ഇടയിൽ വരും. ഓക്കെ, സോ നമുക്ക് അടുത്തതിലേക്ക് പോവാം. നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. യെസ്. സോ
So next question പറയുന്നത് the rate of disintegration was observed to be 10⁻17 disintegrations per second when the half-life period is 1445 years. So what is the original number of particles? അതെങ്ങനെ നമ്മൾ എഴുതാറുള്ളത്? ഒറിജിനൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഈക്വൽ ടു ലാംഡ ഇൻറ്റു എൻ അല്ലേ. അപ്പോൾ നമുക്ക് എൻ ഈക്വൽ ടു എത്രയായിട്ട് എഴുതാം? ആർ ഡിവൈഡഡ് ബൈ ലാംഡ എന്ന് എഴുതാം. ഇത് ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 10⁻17 ഡിസിൻറ്റഗ്രേഷൻസ് പെർ സെക്കൻഡ്. ലാംഡ അറിയില്ല, പക്ഷേ ലാംഡ കണ്ടുപിടിക്കാനുള്ള വഴി എവിടെ ഉണ്ടല്ലോ? ഹാഫ് ലൈഫ് പീരീഡ് ഈസ് 1445 ഇയേഴ്സ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഡിസിൻറ്റഗ്രേഷൻസ് പെർ സെക്കൻഡ് ഇവിടെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഹാഫ് ലൈഫ് പീരീഡ് ഇയറിലാണ് തന്നിട്ടുള്ളത്. ഡിസിൻറ്റഗ്രേഷൻ പറഞ്ഞിട്ടുള്ളത് പെർ സെക്കൻഡാണ്. അപ്പോൾ നമ്മൾ ഒന്നുകിൽ സെക്കൻഡിനെ ഇയറിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഇയറിനെ സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോൾ ക്വസ്റ്റ്യൻ ചെറുതാണെന്ന് വിചാരിച്ചിട്ട് കാൽക്കുലേഷൻ ചെറുതല്ല. ഒന്നുകിൽ വലിയ ക്വസ്റ്റ്യനും ചെറിയ കാൽക്കുലേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയ ക്വസ്റ്റ്യനും വലിയ കാൽക്കുലേഷൻ ആയിരിക്കും. അതാണ് പൊതുവെ ജെഇക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ. ഇത്തവണ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഒറിജിനൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇക്വേഷൻ ഒക്കെ സിമ്പിളാണ്. എൻ ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ ലാംഡ. ആറിന് എത്ര തന്നുള്ള 10⁻17 ഡിസിൻറ്റഗ്രേഷൻസ് പെർ സെക്കൻഡ് ആണ്. ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാനുള്ള വഴി നമ്മുടെ അടുത്തുണ്ടല്ലോ. ഹാഫ് ലൈഫ് എങ്ങനെയാണ്? ഹാഫ് ലൈഫ് ടി ഈക്വൽ ടു 0.6931 ഡിവൈഡഡ് ബൈ ലാംഡയാണ്. അപ്പോൾ 1 ബൈ ലാംഡയ്ക്ക് പകരം നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. സോ എൻ ഇസ് ഈക്വൽ ടു എത്ര വരും? എൻ ഇസ് ഈക്വൽ ടു 10⁻17 ഡിവൈഡഡ് ബൈ ഇതിനിങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ. 1 ബൈ ലാംഡയ്ക്ക് പകരം അത് തന്നിട്ടുള്ള സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പോൾ എൻ ഈക്വൽ ടു ആറിൻ്റെ വാല്യൂ വരുന്നത് 10⁻17 ആണ്. പിന്നെ ബാക്കി വരുന്ന 1 ബൈ ലാംഡ. 1 ബൈ ലാംഡ എന്ന് പറഞ്ഞാൽ ടി ഡിവൈഡഡ് ബൈ 0.6931 അല്ലേ. അപ്പോൾ 10⁻17 ഇൻറ്റു 1445 ഇയറാണ്. തെറ്റിക്കരുത്, അതിനെ നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റണം, കാരണം ഇത് പെർ സെക്കൻഡ് അല്ലേ. അപ്പോൾ എത്ര വന്നു? ഒരു വർഷം എന്ന് 1445 വർഷം എന്ന് പറഞ്ഞാൽ ഇൻറ്റു 365 ഡേയ്സ് ഇൻറ്റു 24 ഇൻറ്റു 60 ഇൻറ്റു 60 അത്രയും സെക്കൻഡ് വരും. ചെയ്യാൻ കുറച്ച് അത് നിങ്ങൾ ഒരു വർഷം എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണെന്ന് അപ്രോക്സിമേറ്റ്ലി ഓർമ്മിച്ച് വെക്കുന്നത് നല്ലതാണ്. ഡിവൈഡഡ് ബൈ ആര് വരുന്നുണ്ട് അവിടെ? 0.6931 വരുന്നുണ്ട്. ഓക്കെ, ദ ഒറിജിനൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വരുന്നത് അപ്രോക്സിമേറ്റ്ലി 8.9 വരും തോന്നുന്നു. ചെക്ക് ആൻസർ ഒന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ, കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്തോളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത എന്താണ്? ഇത് എളുപ്പമാണ്. ദ ന്യൂക്ലിയസ് അയഡിൻ 131 ഈസ് റേഡിയോ ആക്റ്റീവ് വിത്ത് എ ഹാഫ് ലൈഫ് ഓഫ് 8.04 days അറ്റ് ദ noon ഓഫ് January 1st. The activity of a certain sample is 600 becquerel. Becquerel എന്താണെന്ന് അറിയാലോ? 1 becquerel equal to 1 disintegration per second ആണ്. The activity at the noon of January 24 will be, വെറുതെ ചുമ്മാ കൊടുത്തിരിക്കുന്നതാണ് ജനുവരി. ഇപ്പോൾ നിങ്ങൾ മാർച്ച് എടുക്കണമെങ്കിൽ മാർച്ച് എടുത്തോ, അതിലും കുഴപ്പമൊന്നുമില്ല. The activity at noon of January 24, അതായത് 23 ദിവസം കൊണ്ട് എത്രയായിട്ട് മാറുന്നതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. within 23 days. അപ്പോൾ ടൈം തന്നിട്ടുണ്ട്. ഹാഫ് ലൈഫ് പീരീഡ് പറഞ്ഞിരിക്കുന്നത് 8.04 days ആണ്. അപ്പോൾ 8.04 days ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്ന ടൈം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 23 days അല്ലേ അവൈലബിൾ ആയിട്ടുള്ളത്, 1 തൊട്ട് 24 വരെ. അപ്പോൾ 23 ദിവസം എന്ന് പറഞ്ഞാൽ അത് 3 ഹാഫ് ലൈഫ് ആയില്ലേ. ഒരു ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ 8.04 days ആണ്. അപ്പോൾ 8.04 days എന്ന് പറയുമ്പോൾ 3 ഹാഫ് ലൈഫ് എത്തിയിട്ടില്ല. 3 ഹാഫ് ലൈഫ് ആവണമെങ്കിൽ 24ഉം പിന്നെ കുറച്ചും കൂടെ വേണ്ടേ. അപ്പോൾ ആദ്യം എത്ര ഉണ്ടായിരുന്നു? 600 ഹാഫ് ലൈഫ് ഉണ്ടായിരുന്നു. 600 ബെക്കറിൽ ഉണ്ടായിരുന്നു. ഒരു ഹാഫ് ലൈഫ് കഴിഞ്ഞാൽ അത് 300 ആയിട്ട് വരും. അതേപോലെ തന്നെ 2 ഹാഫ് ലൈഫ് കഴിഞ്ഞാൽ അത് 150 ബെക്കറിലായിട്ട് കുറയും. 3 ഹാഫ് ലൈഫ് കഴിഞ്ഞാൽ അത് 75 ആയിട്ട് കുറയും. ഇവിടെ ഇപ്പോൾ 3 ഹാഫ് ലൈഫ് ആയിട്ടില്ലല്ലോ. 2 ഹാഫ് ലൈഫ് കഴിഞ്ഞു, എന്നാൽ 3 ഹാഫ് ലൈഫ് എത്തിയിട്ടില്ല. സോ ദ വാല്യൂ വിൽ ബി സ്ലൈറ്റ്ലി മോർ ദാൻ 75 ബെക്കറൽ. കാരണം 3 ഹാഫ് ലൈഫ് കഴിഞ്ഞാൽ, ഒരു ഹാഫ് ലൈഫ് കഴിഞ്ഞാൽ 300 ആവും, 2 ഹാഫ് ലൈഫ് കഴിഞ്ഞാൽ 150, 3 ഹാഫ് ലൈഫ് കഴിഞ്ഞാലേ 75 ആവുള്ളൂ. ഇത് 3 ഹാഫ് ലൈഫ് ആയിട്ടില്ല. 2 ഹാഫ് ലൈഫ് കംപ്ലീറ്റ് ചെയ്ത് 3ാമത്തെ ഹാഫ് ലൈഫിലേക്ക് എത്തുന്നേ ഉള്ളൂ. സോ ഇവിടുത്തെ നമ്പർ ഓഫ് ഹാഫ് ലൈഫ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തേ. നമ്പർ ഓഫ് ഹാഫ് ലൈഫ് പറയുന്നത് എങ്ങനെയാണ്? സ്മോൾ ടി ബൈ ക്യാപിറ്റൽ ടി അല്ലേ. അതായത് 23 ഡിവൈഡഡ് ബൈ 8.04 എന്ന് വരും. ഉദ്ദേശം ഒരു 2.86 ആൻസർ കിട്ടും അവിടെ. അതായത് 3 ഹാഫ് ലൈഫ് ആയിട്ടില്ല. 3 ഹാഫ് ലൈഫ് ആയാലേ 75 ഡിസിൻറ്റഗ്രേഷൻ ആവുള്ളൂ. ഇവിടെ 75നേക്കാൾ ഒരല്പം കൂടെ കൂടുതൽ ഡിസിൻറ്റഗ്രേഷൻ അവിടെ ഉണ്ടാവും. സോ തേർഡ് ഓപ്ഷൻ ഇസ് ദ ആൻസർ. അതങ്ങനെ. ദെൻ എന്താണ്? ദ മാസ് ഓഫ് യുറേനിയം 235 is given, mass of uranium 236 is given, and the mass of neutron is also given. Then the energy required to remove 1 neutron from the nucleus of uranium 36 is nearly about. നമുക്ക് ചെയ്ത് നോക്കാം. എളുപ്പമല്ലേ ഇത് ക്വസ്റ്റ്യൻ?
വലിയ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, ഇല്ല. മാസ് ഡിഫക്റ്റ് കണ്ടുപിടിച്ച് അതിനെ 931 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അവിടെ നമുക്ക് വരുന്നത്, ഇവിടെ കൃത്യം ആൻസർ വരില്ല എന്ന് തോന്നുന്നു, ഒരു അപ്രോക്സിമേറ്റ് ആൻസർ ആയിരിക്കും നമുക്ക് അവിടെ ചെയ്യേണ്ടി വരിക. അപ്പോൾ നോക്കിയാൽ മക്കളെ, ഇപ്പോൾ യുറേനിയം 235 തന്നിട്ടുണ്ട്, അതിൻ്റെ മാസ് അറിയാം, പിന്നെ ന്യൂട്രോണിൻ്റെ മാസ് അറിയാം. അപ്പോൾ റിയാക്ഷൻ ഒന്ന് എഴുതി നോക്കാം. യുറേനിയം 92 236 നിന്ന് യുറേനിയം 92 235 ഒരു ന്യൂട്രോണും പുറത്ത് വരുന്നുണ്ട്, പ്ലസ് നമ്മുടെ എനർജി. അപ്പോൾ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് Q is equal to മാസ് ഡിഫക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ. മാസ് ഡിഫക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ 931 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മാസ് ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ 235.12142 പ്ലസ് 1.008665 മൈനസ് 236.1205 എന്ന് കിട്ടും. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ, ഞാൻ പറയുന്നത് കൃത്യം വാല്യൂ അല്ലേന്ന് ഒന്ന് ഓർമ്മിച്ച് നോക്കിക്കോളൂ കേട്ടോ. 0.009 സംതിങ് എന്ന് പറഞ്ഞാൽ വരിക, കൃത്യം ഓർമ്മയില്ല. 0.009 AMU എന്ന് വരും. അതിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ദിസ് മസ്റ്റ് ബി മൾട്ടിപ്ലൈഡ് വിത്ത് 931 മില്യൺ ഇലക്ട്രോൺ വോൾട്ട്. സോ നമുക്ക് അവിടെ കിട്ടുന്നത് ഉദ്ദേശം ഒരു 8.8 മില്യൺ ഇലക്ട്രോൺ വോൾട്ടാണ് ആൻസർ കിട്ടുക. സോ നിയർ ബൈ ആൻസർ എന്നുള്ള രീതിയിൽ നമുക്ക് എന്തിനെ സെലക്ട് ചെയ്യാം? ഈ പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. 6.5 എക്സാക്ട്ലി 6.5 അല്ല, കുറച്ചും കൂടി. ഇത് എബൌട്ട് എന്നല്ല, നിയർലി എബൌട്ട് എന്നല്ലേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ പിന്നെ എല്ലാത്തിനേക്കാളും വരുന്ന 8.8 എന്ന് പറയുന്ന എക്സാക്ട് ആൻസറിനേക്കാളും ആൻസറിന് ഏറ്റവും നിയർ ബൈ ആയിട്ട് കിടക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് അതല്ലേ. സോ വി ക്യാൻ ചൂസ് ദാറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഇതെന്താണ്? എ ഫോട്ടോൺ വിത്ത് a stationary hydrogen atom in the ground, a photon collides with a hydrogen atom in the ground state initially. Energy of the colliding photon is 10.2. Calculation ഒന്നുമില്ല, തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് കുറച്ച് ലെങ്തി ആണെന്ന് മാത്രം. After the energy of the colliding photon is 10.2 electron volt. After a time interval in the order of microseconds, another photon collides with the same hydrogen atom inelastically with an energy of 15 electron volt. What will be observed by the detector? ആദ്യം വന്ന് തട്ടുന്നത് 10.2 ഇലക്ട്രോൺ വോൾട്ട് ഉള്ള ഫോട്ടോൺ ആണ്. ഹൈഡ്രജൻ ആറ്റം ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഹൈഡ്രജൻ ആറ്റം ആയതുകൊണ്ട് എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയാം. ഇറ്റ് ഈസ് -13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ് ഹൈഡ്രജൻ്റെ എനർജി വരുന്നത്. അതിലേക്ക് 10.2 ഇലക്ട്രോൺ വോൾട്ട് കിട്ടി. അപ്പോൾ 10.2 ഇലക്ട്രോൺ വോൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരിക്കലും സെക്കൻഡ് ഓർബിറ്റിലേക്ക് പോകാൻ പറ്റില്ല. കാരണം അവിടുത്തെ എനർജി മിനിമം എത്രയായിരിക്കണം? അതായത് അവിടെ സെക്കൻഡ് ഓർബിറ്റിലേക്ക് പോകല്ല, ഇലക്ട്രോണിനെ ഒരിക്കലും അവിടെ റിമൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ മിനിമം അതിൻ്റെ എനർജി എത്രയാവണം? 0 ആവണം. ഇവിടെ നമ്മുടെ ഹൈഡ്രജൻ ആറ്റത്തിന് 13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ് ഇപ്പോൾ ഉള്ള എനർജി. അതിലേക്ക് ഫസ്റ്റ് ഫോട്ടോൺ വരുമ്പോൾ അതിൻ്റെ എനർജി എത്രയാണ് വരുന്നത്? 10.2 ഇലക്ട്രോൺ വോൾട്ട് ആണ് വരുന്നത്. സോ ഇറ്റ് ഈസ് ലെസ് ദാൻ ദ അയണൈസേഷൻ എനർജി. ഇലക്ട്രോൺ അവിടെ നിന്ന് ഒരിക്കലും റിമൂവ് ആയി പോവില്ല. സോ വാട്ട് ഹാപ്പൻഡ് ഈസ്, ഈ 10.2 ഇലക്ട്രോൺ വോൾട്ട് ഉള്ള ഫോട്ടോൺ വന്ന് തട്ടിയാൽ after absorbing the energy, the hydrogen will be excited to some another level. ഒരു ഹയർ ഏതെങ്കിലും ഒരു ഹയർ ഓർബിറ്റിലേക്ക് പോയി അവിടുന്ന് എത്ര എനർജിയാണോ അബ്സോർബ് ചെയ്തത് ആ എനർജിയെ റിലീസ് ചെയ്ത് ഹൈഡ്രജൻ വിൽ കം ബാക്ക് ടു ദ ഒറിജിനൽ സ്റ്റേറ്റ്. സോ ഫസ്റ്റ് കേസിൽ 10.2 ഇലക്ട്രോൺ വോൾട്ട് ഉള്ള ഫോട്ടോൺ വന്ന് തട്ടിക്കഴിഞ്ഞാൽ ആഫ്റ്റർ എ പർട്ടിക്കുലർ ഇൻ്റർവൽ ഓഫ് ടൈം നമുക്ക് എന്ത് കാണാൻ പറ്റും? അല്ലെങ്കിൽ ആഫ്റ്റർ എ ടൈം ഇൻ്റർവൽ ഓഫ് സം മൈക്രോ സെക്കൻഡ്സ് ആ അബ്സോർബ് ചെയ്ത് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി എത്ര എനർജിയാണോ അബ്സോർബ് ചെയ്തത് അത്രയും എനർജിയിലുള്ളൊരു ഫോട്ടോണിനെ റിജക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റേഡിയേറ്റ് ചെയ്തുകൊണ്ട് ദ ഹൈഡ്രജൻ വിൽ കം ബാക്ക് ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. കാരണം അതിന് അയണൈസേഷൻ പോസിബിൾ അല്ല, അവിടെ ഓൺലി എക്സൈറ്റേഷൻ മാത്രമേ നടക്കുള്ളൂ. സോ ആദ്യം എക്സൈറ്റ് ചെയ്യും, ഈ എനർജി എടുത്തിട്ട് പിന്നെ ഡീഎക്സൈറ്റ് ചെയ്യും. ഡീഎക്സൈറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് ഫോട്ടോൺ ആണോ അബ്സോർബ് ചെയ്തത് അതേ ഫോട്ടോണിനെ തന്നെ അത് റേഡിയേറ്റ് ചെയ്യും. രണ്ടാമത്തെ കേസിൽ വരുന്ന ഫോട്ടോണിൻ്റെ എനർജി വരുന്ന 15 ഇലക്ട്രോൺ വോൾട്ടാണ്. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ റിക്വയർഡ് അയണൈസേഷൻ എനർജി. അപ്പോൾ 15 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ ഉറപ്പായിട്ടും ഇലക്ട്രോൺ അവിടെ റിമൂവ് ആവും. സോ ബാക്കി എനർജി എത്ര വരും? അതായത് 15 ഇലക്ട്രോൺ വോൾട്ടിൽ 13.6 ഉപയോഗിച്ചുകൊണ്ട് ആരെ റിമൂവ് ചെയ്യിക്കും? ഇലക്ട്രോണെ റിമൂവ് ചെയ്യിക്കും. അപ്പോൾ അവിടെ ബാലൻസ് എത്ര എനർജി ഉണ്ടാവും മക്കളെ? 15 - 13.6 എന്ന് പറഞ്ഞാൽ 1.4 ഇലക്ട്രോൺ വോൾട്ട് എനർജി അവിടെ ബാലൻസ് ആയിട്ട് നിൽക്കും. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ വരേണ്ടത്? ഫസ്റ്റ് കേസിൽ ഒരു 1 photon of energy 10.2 electron volt will be rejected, and in the second case an electron with a kinetic energy of 1.4 electron volt will be coming out of the atom. സോ മൂന്നാമത്തെ ഓപ്ഷനാണ് അവിടെ കറക്റ്റ് ആൻസർ വരിക. ഫസ്റ്റ് കേസിൽ എക്സൈറ്റേഷൻ നടന്ന് ഡീഎക്സൈറ്റ് ചെയ്യുമ്പോൾ അതേ ഫോട്ടോൺ തന്നെ പുറത്തേക്ക് വരും. രണ്ടാമത്തെ കേസിൽ വരുന്ന എനർജിയേക്കാൾ
വരുന്ന എനർജി അയണൈസേഷൻ എനർജിയേക്കാളും കൂടുതലാണ്. സോ ഇലക്ട്രോണെ അയണൈസ് ചെയ്ത് ഇലക്ട്രോണെ പുറത്തേക്ക് കൊണ്ടുവരും. സോ ബാലൻസ് എനർജി ആരായിട്ട് മാറും? ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. സോ മൂന്നാമത്തെ ക്വസ്റ്റൻ ആണ് അവിടെ ആൻസർ വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ സമയം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.